السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. വേദിയിലുള്ള ഈ മഹത്തായ പ്രോഗ്രാമിൻ്റെ അധ്യക്ഷൻ എൻ്റെ പ്രിയ സുഹൃത്ത് നമ്മുടെ പാലക്കാട് ജില്ലാ സെക്രട്ടറി റഷീദ് കൊടക്കാട്, ആമുഖ സംസാരം നടത്തിയ നമ്മുടെ ഇസ്ലാഹി സെൻറ്ററിൻ്റെ സെക്രട്ടറി കൂടിയായ അൻഷാദ്, ഇവിടെ മുഖ്യാതിഥിയായിക്കൊണ്ട് മുഖ്യപ്രഭാഷണം തന്നെ നിർവഹിച്ച ബഹുമാന്യനായ നമ്മുടെ വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി അവറുകൾ, ഇവിടെ ആശംസ നേരാൻ നമ്മൾ സമ്മതിച്ച CPM-ൻ്റെ EN സുരേഷ് ബാബു, അതുപോലെ തന്നെ ചിറ്റൂർ തത്തമംഗലം നഗരസഭാ ചെയർമാൻ സുമേഷ് അച്യുതൻ, യൂത്ത് ലീഗിൻ്റെ പാലക്കാട് സെക്രട്ടറി അബ്ബാസ് എച്ച്, അതുപോലെ പെരുമാട്ടി ഗ്രാമപഞ്ചായത്തിൻ്റെ കെ സുരേഷ്, പട്ടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PS ശിവദാസ്, നന്ദി പറയുന്ന അക്ബർ, വേദിയിലുള്ള മറ്റു സംഘടനാ സാരഥികളെ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന രക്ഷിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഈ ഒരു വിസ്ഡം ഇസ്ലാഹി സെൻറ്ററിൻ്റെ ഉദ്ഘാടന സമ്മേളനം വളരെ ആവേശപൂർവം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇത് ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സഹൃദയരെ, വിശേഷിച്ച് ഈ ദത്തമംഗലത്തും പരിസരത്തുമൊക്കെയുള്ള ഇതിനെ സ്നേഹിക്കുന്ന, ഈ ഒരു സെൻറ്റർ ഇവിടെ ഉയരാൻ അങ്ങേയറ്റം ആഗ്രഹിച്ച, ഇതിന് പണം കൊണ്ടും മറ്റുമൊക്കെ സഹായിച്ച, എന്നാൽ ഇന്ന് ഇവിടെ എത്തിച്ചേരാൻ കഴിയാത്ത ആളുകളുണ്ടാകും. പ്രത്യേകിച്ച് ഇതുപോലെ വിദേശ രാജ്യങ്ങളിലുള്ള ആളുകളുണ്ടാവും. അവരൊക്കെ ഇന്ന് ഓൺലൈനിലൂടെ ആയിരിക്കും ഒരു പക്ഷേ ഈ പ്രോഗ്രാം കേൾക്കുന്നത്. അവരെല്ലാം ഈ സന്ദർഭത്തിൽ ഞാൻ പ്രത്യേകം സ്മരിക്കുകയാണ്. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളെ അഭിമുഖീകരിക്കുന്നത്. ആദ്യമായി അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുച്ചരിച്ചുകൊണ്ട് ഈ വിസ്ഡം ഇസ്ലാഹി സെൻറ്ററിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ഞാൻ സന്തോഷം എന്ന് പറയാനുള്ളൊരു കാരണം, ഇന്ന് കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഇതുപോലെയുള്ള ചെറുതും വലുതുമായിട്ടുള്ള ഒട്ടനവധി സെൻറ്ററുകളും പള്ളികളും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ ആഭിമുഖ്യത്തിൽ ഉയർന്നു വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒട്ടനവധി സ്ഥലങ്ങളിൽ ഇതുപോലെയുള്ള പള്ളികൾ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. അതിൽ മിക്കവാറും പള്ളികളിൽ ഉദ്ഘാടന പരിപാടികളിലൊക്കെ ബഹുമാന്യനായ നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് PN അബ്ദുൽ ലത്തീഫ് മദനിയുടെയും, അതുപോലെ തന്നെ നമ്മുടെ പണ്ഡിത സഭയുടെ ചെയർമാനായ കുഞ്ഞി മുഹമ്മദ് മദനി പറപ്പൂരിൻ്റെയും ഒക്കെ കൂടെ എനിക്കും പങ്കെടുക്കുവാൻ സാധ്യമായിട്ടുണ്ട്. ഓരോ പ്രദേശത്ത് ചെല്ലുമ്പോഴും വലിയ സന്തോഷത്തോടു കൂടിയാണ് നമ്മുടെ പ്രവർത്തകർ
അവിടെ നിറഞ്ഞു നിൽക്കുന്നത് എന്ന് അനുഭവം കൊണ്ട് കണ്ടതാണ്. ഈ വിശുദ്ധ റമദാൻ അടുക്കുമ്പോൾ ഇത്രയും സ്ഥലങ്ങളിൽ പള്ളി ഉദ്ഘാടനം ചെയ്യാൻ നമ്മുടെ ഭാരവാഹികൾക്ക് ഡേറ്റ് കൊടുക്കാൻ കഴിയാത്ത വിധം അത്രമേൽ സ്ഥാപനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി കുറേ പള്ളികൾ ഇനി ഏതാനും നോമ്പ് കഴിയട്ടെ എന്ന് പറഞ്ഞു വെച്ചിരിക്കുക. ആ ഒരു ശ്രേണിയിൽ ആ ഒരു സന്തോഷത്തോടൊപ്പം നമ്മുടെ ഈ വണ്ടിത്താവളത്തുള്ള പ്രവർത്തകർക്കും പങ്കുചേരാൻ കഴിഞ്ഞു എന്നതാണ് ഞാൻ പ്രത്യേക സന്തോഷമെന്ന് പറയാനുള്ളൊരു കാരണം. ആ പുതിയ സ്ഥാപനങ്ങളുടെ ചരടിൽ നിങ്ങളും തിളങ്ങുന്ന ഒരു കല്ലായി മുത്തായി മാറിക്കഴിഞ്ഞു എന്നത് തന്നെയാണ് ഈ ഒരു സദസ്സിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. ഇങ്ങനെ ഒരു സ്ഥാപനം യാദൃച്ഛികമായി ഇവിടെ ഉണ്ടാവുകയില്ല, ഉയരുകയില്ല. മറിച്ച് ഇത്രയും അധികം ഭൂമിയും അതിലിങ്ങനെ മനോഹരമായ ഒരു സെൻറ്ററും ഉണ്ടായി വരണമെങ്കിൽ ആദ്യം അങ്ങനെ ഒരു സ്വപ്നം നമ്മുടെ മനസ്സിൽ മുട്ടിടണം. അങ്ങനെ സ്വപ്നം മുട്ടിടുമ്പോഴാണ് അത് പിന്നീട് അതിന് വേരുകളുണ്ടായി അത് പ്രായോഗിക തലത്തിലേക്ക് കടന്നു വരിക. അങ്ങനെ ആദ്യമായി ഇവിടെ ഇങ്ങനെ ഒരു സ്ഥാപനം വേണം എന്ന് ചിന്തിച്ചവർക്ക് ഇന്ന് വലിയ പ്രതിഫലമാണ് ലഭിക്കാൻ പോകുന്നത്. അള്ളാഹു അത് നൽകുമാറാകട്ടെ. നന്മയെക്കുറിച്ച് ചിന്തിക്കുക എന്നത് അത് തന്നെ ഒരു ഇബാദത്താണ്, ഒരു വലിയ കാര്യമാണ്. അപ്പം അങ്ങനെ ചിന്തിച്ച് ആ ചിന്തയിൽ നിന്നാണ് ആലോചനകളുണ്ടായി, മീറ്റിങ്ങുകളായി, ചർച്ചകളായി, അതിൽ നിന്ന് തീരുമാനങ്ങളായി, അതിൽ നിന്ന് പ്രവർത്തനങ്ങളായി, അത് സ്ഥലമായി, അത് ബിൽഡിംഗായി, അത് ഈ രീതിയിൽ മനോഹരമായ ഒരു കെട്ടിടമായി. അങ്ങനെയാണ് ഇത് സമൂഹത്തിന് മുമ്പിൽ നമ്മൾ സമർപ്പിക്കുന്നത്. അപ്പം അതിൻ്റെ വഴിത്താരകളിൽ ആരൊക്കെ ഇതിനോടൊപ്പം ചേർന്ന് നിന്നുവോ അവർക്കൊക്കെ ഇന്ന് സന്തോഷമുള്ള സുദിനമാണ്. ധാരാളം സഹോദരിമാരും ഇവിടെ വന്നതായിട്ട് കാണുന്നുണ്ട്. അതൊരു ചെറിയ സന്ദേശമല്ല. ഇത്ര റിമോട്ടായിട്ടുള്ള ഒരു ഗ്രാമപ്രദേശം പോലെയുള്ള ഒരു സ്ഥലത്ത് ഇതുപോലെ സ്ത്രീകളും അതുപോലെ തന്നെ പുരുഷന്മാരും കുടുംബസമേതം ഇതിൻ്റെ മുറ്റത്ത് ഒരുമിച്ച് ചേരാൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ഈ സ്ഥാപനം എന്തൊരുദ്ദേശത്തിന് വേണ്ടിയാണോ സ്ഥാപിച്ചത് അതിൻ്റെ ലക്ഷ്യം ഇൻഷാ അല്ലാഹ് നേടുന്നതിൻ്റെ അടയാളങ്ങൾ, സൂചകങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനു വേണ്ടി അധ്വാനിച്ച, പണം നൽകിയ, സ്ഥലം കണ്ടെത്തിയ, ഇതിന് കഠിനാധ്വാനം ചെയ്ത, ഇതിനു വേണ്ടി ത്യാഗം സഹിച്ച എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഈ വണ്ടിത്താവളത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഇത് ഈ പാലക്കാടിൻ്റെ ഒരു കിഴക്കേ അറ്റമാണ്. ഏകദേശം കുറച്ച് അങ്ങോട്ട് പോയാൽ തമിഴ്നാട് ബോർഡറാണ്. ഇവിടെയുള്ള ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരാണ്, കർഷകരാണ്. കൃഷിക്കാർ എന്ന് പറഞ്ഞാൽ തന്നെ നിഷ്കളങ്കമായ മനസ്സിൻ്റെ ഉടമകൾ എന്നതാണ്. നഗരത്തിൻ്റെ വേലിയേറ്റങ്ങളും വേലിയിറക്കങ്ങളും നേരത്തെ ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ സൂചിപ്പിച്ചതുപോലെയുള്ള വിഭാഗീയ പ്രവർത്തനങ്ങൾക്കും ഒന്നും കാതുകൊടുക്കാൻ സമയമില്ലാതെ അവരവരുടെ നിത്യജീവിതത്തിൻ്റെ വിഷയവുമായി ചേർന്ന് നിൽക്കുകയും അതിനുവേണ്ടി രാവിലെ മുതൽ പുറത്തിറങ്ങി വൈകുന്നേരം വരെ ഓടുകയും ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളാണ് നമ്മുടെ കർഷകരൊക്കെ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു സംസ്കാരം നിലനിൽക്കുന്ന ഒരു നാടാണിത് എന്നത് ഞങ്ങളേറെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രി നാട്ടുകാരനാണ് എങ്കിലും ഈ ഒരു പ്രോഗ്രാമിന് അദ്ദേഹം വളരെ കൃത്യസമയത്ത് തന്നെ എത്തുകയും വളരെ സാരസമ്പൂർണമായ ഒരു സംസാരം ഇവിടെ നടത്തുകയും ഈ സന്തോഷത്തിൽ പങ്കെടുക്കുകയും ചെയ്തുവെന്നത് നമ്മുടെ ഇവിടെയുള്ള പ്രവർത്തകരുടെ ഒരു സാമൂഹ്യ കാഴ്ചപ്പാടിനെ പ്രതിനിധീകരിക്കുന്നത് തന്നെയാണ്. ഇതിൻ്റെ പ്രോഗ്രാം ഡിസൈൻ ചെയ്തിരിക്കുന്നതും ഇവിടെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരും അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ അധികൃതരും അങ്ങനെ ഈ സമൂഹവുമായി ചേർന്ന് നിന്നുകൊണ്ടായിരിക്കണം ഈ സ്ഥാപനം പോകേണ്ടത്. ഈ വിസ്ഡം ഇസ്ലാഹി സെൻറ്റർ ഒരു ഒറ്റപ്പെട്ട തുരുത്തല്ലെന്നും ഈ നാടിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് എന്നുമുള്ള ഒരു സന്ദേശമാണ് യഥാർത്ഥത്തിൽ ഈ അതിഥികളെയൊക്കെ ഇതിലേക്ക് ക്ഷണിക്കുകയും ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ വരികയും
ചെയ്തത് എന്നത് നാം ഈ സന്ദർഭത്തിൽ ഓർമ്മിക്കേണ്ടതുണ്ട്. വണ്ടിത്താവളം എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയത് പ്രകാരം വളരെ പണ്ട് കാലത്ത് തമിഴ്നാട്ടിലേക്ക് ചരക്കുകൾ കൊണ്ടുപോവുകയും അവിടെ നിന്ന് വ്യത്യസ്ത ചരക്കുകൾ ഇങ്ങോട്ട് കേരളത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യാൻ വേണ്ടി വലിയ ലോറികളും സംവിധാനങ്ങളും ഒന്നുമില്ലാത്ത കാലഘട്ടത്തിൽ കാളവണ്ടിയായിരുന്നു, പോത്തുവണ്ടിയായിരുന്നു നമ്മൾ ഉപയോഗിച്ചിരുന്നത്. അങ്ങനെയുള്ള ആ വണ്ടികൾ പോവുകയും വരികയും ചെയ്യുകയും അവർ അവസാനം വിശ്രമിക്കാൻ വേണ്ടി തെരഞ്ഞെടുക്കുകയും ചെയ്ത ഒരു ഇടമായിരുന്നു ഈ സ്ഥലങ്ങൾ, ഈ പ്രദേശങ്ങൾ എന്നതാണ് പൊതുവെ പറയപ്പെടാറുള്ളത്. അതുകൊണ്ടാണ് ഒരു താവളം, വണ്ടികൾക്ക് വന്നു നിൽക്കുവാനുള്ള ഒരു താവളം. ആ തമിഴ്നാട്ടിൽ നിന്ന് ഒരുപാട് ദൂരം യാത്ര ചെയ്ത് കേരളത്തിൻ്റെ ബോർഡറിലേക്ക് കടന്ന് ഒരാശ്വാസത്തിൻ്റെ തീരമായി വണ്ടികളൊക്കെ പാർക്ക് ചെയ്ത് ഇവിടെ അവർക്ക് ഭക്ഷണവും അതുപോലെ വെള്ളവും ആശ്വാസത്തിൻ്റെ കാറ്റും നൽകുന്ന ഒരു നല്ല ഇടമായിട്ടാണ് കേരളത്തിൻ്റെ മാപ്പിൽ ഈ വണ്ടിത്താവളം എന്ന് പറയുന്ന പ്രദേശം അടയാളപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ ഇന്ന് വണ്ടിയില്ല, ഇന്ന് കാളയില്ല, ഇന്ന് പോത്തില്ല. ഇന്ന് ആ സ്ഥാനത്ത് കാറും അതിലും വേഗതയിൽ പോകുന്ന മറ്റു വാഹനങ്ങളും വലിയ ഗൂഡ്സും ലോറിയും സംവിധാനങ്ങളുമൊക്കെയായി നാട് മാറി, കാലം മാറി. അതുപോലെ തന്നെ ചരക്കുകൾ കൊണ്ടുപോകാനും കൊണ്ടുവരാനും ഒക്കെ മറ്റു സംവിധാനങ്ങളായി. പക്ഷെ എന്നാലും യാദൃച്ഛികമാണെങ്കിലും ഞാൻ പറയട്ടെ, ഈ വണ്ടിത്താവളത്ത് ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഈ ഇസ്ലാഹി സെന്റർ അന്നത്തെ കാലഘട്ടത്തെ മറ്റൊരു അർത്ഥത്തിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അന്നിവിടെ കൊണ്ടുവന്നിരുന്നത്, കാളവണ്ടികളിൽ കൊണ്ടുവന്നിരുന്നത് മനുഷ്യന്മാർക്ക് വിശപ്പടക്കാനുള്ള ഭക്ഷണവും അതുപോലെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റു സാധന സാമഗ്രികളും ഭൗതിക സാമഗ്രികളുമായിരുന്നുവെങ്കിൽ ഈ ഇസ്ലാഹി സെന്റർ, ഈ വണ്ടിത്താവളത്ത് ഇന്ന് ഉദയം കൊള്ളുമ്പോൾ ഇതും തന്നെ ഒരു താവളമാണ്. എന്തിൻ്റെ താവളം? കേവലം ഭൗതികമായ വിഭവങ്ങളുടെ ഒരു താവളമല്ല. മനുഷ്യന് ഭക്ഷണവും വസ്ത്രവും മറ്റു മരുന്നും വിദ്യാഭ്യാസവും എല്ലാം ലഭിച്ചാലും അവൻ്റെ മനസ്സിനുള്ളിൽ സമാധാനമുണ്ടാകണമെങ്കിൽ, നിർഭയത്വമുണ്ടാകണമെങ്കിൽ അവന് ആത്മീയമായ അറിവ് വളരെ പ്രധാനമാണ്. കാരണം ഇസ്ലാം മനുഷ്യന്റെ വിളിച്ചിരിക്കുന്നത് നഫ്സ് എന്നാണ്. നഫ്സ് എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം ഒരുമിച്ച് കൂടിയതാണ്. ഭൂമിയിൽ നിന്നുള്ള മണ്ണിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. അത് ജസദാണ്, അഥവാ ശരീരമാണ്. ആ ശരീരത്തിലേക്ക് ആകാശത്ത് നിന്ന്, അള്ളാഹുവിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്ന റൂഹ് ഊതിയപ്പോഴാണ് ആ റൂഹും ജസദും കൂടിയതിന് വിളിക്കുന്ന പേരാണ് നഫ്സ് എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യന് കേവലം ഭൂമിയിൽ ഉണ്ടാക്കുന്ന പച്ചക്കറികളും മറ്റു ധാന്യങ്ങളും ഭക്ഷണ സാധനങ്ങളും മാത്രം പോരാ. അവന്റെ ആമാശയത്തിന്റെ വിശപ്പടങ്ങിയാൽ മാത്രം അവന് സമാധാനമുണ്ടാവുകയില്ല. മറിച്ച് ആകാശത്ത് നിന്നിറങ്ങിയ ആ റൂഹ് സമാധാനമടയണമെങ്കിൽ അവന് വഹയിലൂടെയുള്ള സന്ദേശം കൂടി ലഭിക്കേണ്ടതുണ്ട്. പ്രവാചകന്മാർക്ക് അഖിലവും ലഭിച്ച ആ വഹയിന്റെ സന്ദേശം കൂടി മനുഷ്യന്മാർ ഉൾക്കൊള്ളുമ്പോഴാണ് അവന് പൂർണ്ണമായ സമാധാനം ഉണ്ടാവുകയുള്ളൂ, ആത്മീയ സുഖമുണ്ടാവുകയുള്ളൂ, ആത്മീയമായ ഉയരത്തിലേക്ക് അവന് പറന്നുയരാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയുന്നു, പണ്ട് ഭൗതിക സാധന സാമഗ്രികൾ കൊണ്ടുവന്നിരുന്ന വണ്ടികളും കാളകളും വിശ്രമിക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരിടമായിരുന്നു ഈ വണ്ടിത്താവളമെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇന്നത്തോടുകൂടി ഈ വിസ്ഡം ഇസ്ലാഹി സെന്റർ ഇവിടെ ഉദയം കൊള്ളുമ്പോൾ സംഘർഷത്തിന്റെ, ആശയക്കുഴപ്പത്തിന്റെ, അധാർമികതയുടെ, ശിർക്കിന്റെ, ബിദ്അത്തിന്റെ ആഴികളിൽ ചുഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ആധുനിക സമൂഹത്തിന് ആത്മശാന്തിയുടെ, സമാധാനത്തിന്റെ, നിർഭയത്വത്തിന്റെ, അമ്നിന്റെ സന്ദേശം കൊടുക്കുന്ന ഒരു താവളമായി ഈ വിസ്ഡം ഇസ്ലാഹി സെന്റർ ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ ഒരു തണൽ മരമായി ഇവിടെ ഉയർന്നു നിൽക്കുകയാണ്. എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന പരിസര പ്രദേശത്തുള്ള എല്ലാവരോടും എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഈ തണൽ മരത്തിന്റെ തണൽ നിങ്ങൾ ഏൽക്കണം.
ഇതിൽ ചേർന്ന് നിൽക്കണം. ഇത് നിങ്ങളുടെ ജീവിതത്തിന്റെ വലിയൊരു മാറ്റത്തിന്റെ തുടക്കമായി നിങ്ങൾ സ്വീകരിക്കണം എന്ന് തന്നെയാണ് നാട്ടുകാരോട് എനിക്ക് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. ഈ ഇസ്ലാഹി സെന്റർ എന്തിനു വേണ്ടിയാണ് നിർമ്മിച്ചിരിക്കുന്നത്? ഈ കാര്യം ഇന്നിവിടെ കൂടിയ ഓരോരുത്തരും കൃത്യമായി തിരിച്ചറിയേണ്ടതുണ്ട്. എന്താണ് ഇതിന്റെ ഉദ്ദേശം? ഈ സ്പീക്കറിന്റെ സൗണ്ട് കേൾക്കുമ്പോൾ ചിലരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും അവിടെ എന്തോ ഒരു ഇസ്ലാഹി സെന്റർ വന്നു, എന്തോ വിസ്ഡം ഇസ്ലാഹി സെന്റർ. അപ്പൊ അത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പ്രവർത്തകന്മാർക്ക് മാത്രമുള്ള ഒരു കേന്ദ്രമാണ് എന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണ നിങ്ങൾ ഒഴിവാക്കണം. ഈ സെന്റർ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പ്രവർത്തകർക്ക് മാത്രമുള്ളതല്ല, എന്തിനധികം മുജാഹിദുകൾക്ക് മാത്രമുള്ളതല്ല, ഇവിടെയുള്ള മറ്റു മുസ്ലിം സംഘടനകളിൽപ്പെട്ട ആളുകൾക്കുള്ളത് മാത്രമല്ല, ഒരു സംഘടനയിലും പെടാത്തവർക്ക് മാത്രമുള്ളതല്ല, മറ്റു മതവിശ്വാസികൾക്ക് മാത്രമുള്ളതല്ല, മറിച്ച് മനുഷ്യരായി പിറന്നു വീണിട്ടുള്ള ആരൊക്കെ എന്റെ ശബ്ദത്തിന്റെ പരിധിയിലുണ്ടോ, ആർക്കൊക്കെയാണോ സമാധാനം ആവശ്യമുള്ളത്, ആർക്കൊക്കെയാണോ ഭാര്യയും ഭർത്താവും സമാധാനത്തോടു കൂടി നല്ലൊരു കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്നത്, ആരൊക്കെയാണോ മാതാപിതാക്കളും മക്കളും തമ്മിൽ ആദരവോടും സ്നേഹത്തോടും ലാളിത്യത്തോടും കാരുണ്യത്തോടും കൂടി കഴിയണമെന്ന് കൊതിക്കുന്നത്, അവർക്കെല്ലാമുള്ള ഒരു താവളമാണ് ഇൻഷാ അല്ലാഹ് ഈ വിസ്ഡം ഇസ്ലാഹി സെന്റർ എന്ന് പറയുന്നത്. ഞാനിതൊരു വലിയ ഒരു സംഭവമായി പറയുകയല്ല, മറിച്ച് നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നതാണ്. നിങ്ങൾ ഈ സ്ഥാപനത്തോട് ചേർന്ന് നിൽക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കത് കഴിയും. അതുകൊണ്ട് ഞാൻ ആവർത്തിച്ചു പറയുന്നു, ഇത് എല്ലാവർക്കുമുള്ള ഒരു സെന്ററാണ്. ഇത് വെറും ഇതിന്റെ പ്രവർത്തകർക്ക് മാത്രമുള്ളതല്ല എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് നിങ്ങൾക്ക് അറിയാൻ എന്താണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്ന ഇസ്ലാഹി സെന്റർ എന്ന ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ചെറിയ രൂപത്തിൽ ഞാൻ വിശദീകരിച്ച നിങ്ങൾക്ക് മനസ്സിലാവും. ഈ സെന്റർ എന്താണ്? ഇസ്ലാഹി സെന്റർ എന്ന് പറഞ്ഞാൽ അത് വെറുതെ ഇംഗ്ലീഷ് വാക്കായി എഴുതി വെച്ചതല്ല, അതൊരു അറബി വാക്കിൽ നിന്നാണ് അത് വന്നിരിക്കുന്നത്. ഇസ്ലാഹ് എന്നാണ് ആ വാക്കിന്, അതാണ് ഇസ്ലാഹി എന്ന വന്നിട്ടുള്ളത്. എന്താണ് ഇസ്ലാഹ് എന്ന് പറഞ്ഞാൽ? നന്നാക്കുക എന്നാണ് അതിനർത്ഥം. നന്നാക്കേണ്ടി വരുന്നത് എപ്പോഴാ? കേട് വരുമ്പോഴാണ്. എന്റെ വാച്ച് റിപ്പയർ ചെയ്യണം, എന്റെ മൊബൈൽ ഫോൺ കേട് വന്നിട്ടുള്ളത് നന്നാക്കണം എന്ന് പറയുമ്പോൾ തന്നെ അതിനെന്തോ ഒരു കേടുണ്ട് എന്നുറപ്പാണ്. ഇതാരെ നന്നാക്കുവാൻ വേണ്ടിയുള്ളതാണ്? ഇത് ഏതെങ്കിലും ഒരു വിഭാഗത്തെ നന്നാക്കുവാനുള്ളതല്ല. ആരൊക്കെയാണോ അസമാധാനത്തിലൂടെ കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്നത്, ആരൊക്കെയാണോ തിന്മകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്, ആരൊക്കെയാണോ അറിഞ്ഞോ അറിയാതെയോ മദ്യത്തിനും മദിരാക്ഷിക്കും മയക്കുമരുന്നിനും വിധേയമായി കൊണ്ടിരിക്കുന്നത്, ആരൊക്കെയാണോ അവിഹിതമായ ബന്ധങ്ങളിലേക്ക് കടന്നുപോയിട്ടുള്ളത്, ആരൊക്കെയാണോ ഇന്റർനെറ്റിന് അടിമയായി മാറിയിട്ടുള്ളത്, ആരൊക്കെയാണോ തീവ്രതയുടെ മാർഗത്തിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, ആരൊക്കെയാണോ ശിർക്കിലകപ്പെട്ടിരിക്കുന്നത്, ആരൊക്കെയാണോ ബിദ്അത്തിന്റെ മാർഗത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്, അവർക്കെല്ലാം തന്നെ അവരിലുള്ള തിന്മകളെ മാറ്റി ആ നന്മകളെ ഉയർത്തിക്കൊണ്ടുവരുവാനും വേണ്ടിയാണ് ഈ ഇസ്ലാഹി സെന്റർ ഇൻഷാ അല്ലാഹ് ഇവിടെ ഇന്ന് പ്രവർത്തനം ആരംഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിന്റെ ചരിത്രത്തിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ബദഅൽ ഇസ്ലാമു ഗരീബ വസയഊദു കമാ ബദഅ ഫതൂബാ ലിൽ ഉറബാ. ഇസ്ലാം അപരിചിതമായിട്ടാണ് നാട്ടിലേക്ക് കടന്നു വന്നത്, അത് അപരിചിതാവസ്ഥയിലേക്ക് തന്നെ തിരിച്ചു പോകും. എന്താ പറഞ്ഞതിനർത്ഥം? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി വന്ന് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞപ്പോൾ ആളുകൾക്ക് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അപ്പൊ അപരിചിതമായ ഒരു വാക്കായിട്ടാണ് അവർ മനസ്സിലാക്കിയത്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായ പ്രബോധന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി. അപ്പൊ സ്വാഭാവികമായ ആളുകൾക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റി. അങ്ങനെ ആ പ്രവാചകൻ മക്കയിൽ പിന്നെ ഭരണാധികാരിയായി തിരിച്ചു വരികയാണ്. ആലോചിച്ച് നോക്കണം. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പറയുന്നത് എന്ത്? ഇനി ലോകം മുന്നോട്ട് പോകുമ്പോൾ ഇസ്ലാമിന്റെ ആദ്യ കാലത്തെ പോലെ തന്നെ അവസാന കാലമാകും. അഥവാ ആളുകൾ ഇനി ഇസ്ലാമികമായി ജീവിക്കുകയും ഇസ്ലാമികമായ വിശ്വാസ ആചാരങ്ങൾ വെച്ച് പുലർത്തുകയും ചെയ്താൽ ഇവൻ എന്തോ ഒരു പുതിയ ആള്, ഇതെന്താ ഒരു പുത്തൻവാദി, ഇത് ഞങ്ങൾ ഇത്ര കാലം കേട്ടിട്ടില്ലല്ലോ എന്ന് പറയുന്ന ഒരു സാഹചര്യം ലോകത്ത് വരുന്നതാണ്.
ആ സാഹചര്യം നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. ഓരൊരു പുത്തംവാദിയാണ് എന്ന് പറയും ചിലപ്പോൾ. അതാ റസൂലുള്ള പറഞ്ഞത്. പക്ഷെ ആ കാലഘട്ടത്തിൽ ആർക്കാണ് റസൂലുള്ള മംഗളം പറഞ്ഞത്? ബദ അൽ ഇസ്ലാമു ഗരീബ വസയഊദു കമാ ബദ ഫതൂബ ലിൽ ഗുറബാ. അങ്ങനെ അപരിചിതരായി ജീവിക്കുന്നവരാരാണോ അവർക്കാകുന്നു മംഗളം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മനസ്സിലായോ? അവരുടെ പ്രത്യേകത എന്താ? അല്ലദീന യുസ്ലിഹൂന മാ അഫ്സദന്നാസു മിൻ ബഅദി മിൻ സുന്നതി. എന്റെ സുന്നത്തിനെ നശിപ്പിച്ച ഒരു വിഭാഗം ലോകാവസാനമാകുമ്പോൾ കടന്നു വരും. ഞാൻ പഠിപ്പിക്കാത്തതിന്റെ പേരിൽ അവർ വെച്ചുകെട്ടും, ഞാൻ പഠിപ്പിച്ചതിനെ അവർ തമസ്കരിക്കുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ ഏതാണ് സുന്നത്ത്, ഏതാണ് ബിദ്അത്ത്, ഏതാണ് ശിർക്ക്, ഏതാണ് തൗഹീദ്, ഏതാണ് ഹക്ക്, ഏതാണ് ബാത്തില്, ഏതാണ് രാത്രി, ഏതാണ് പകല്, ഏതാണ് സത്യം, ഏതാണ് സത്യം, ഏതാണ് ധർമ്മം, ഏതാണ് അധർമ്മം, ഇത് കൃത്യമായി വ്യവച്ഛേദിച്ച് വേർതിരിച്ച് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു വിഭാഗം വരും. അവരാകുന്നു ആ അപരിചിതര്. അവരെ കുറിച്ച് റസൂലുള്ള പറഞ്ഞതെന്താ? അല്ലദീന യുസ്ലിഹൂന, അവർ നന്നാക്കുന്നവരാണ്. എന്റെ സുന്നത്തിനെ കേടുവരുത്തിയതിൽ നിന്ന് അതിനെ നന്നാക്കി എടുക്കുന്ന വിഭാഗമാണ്. ആ നന്നാക്കുക എന്നതിന് ഉപയോഗിച്ച അറബി പദം എന്താ? യുസ്ലിഹൂന, അഥവാ ഇസ്ലാഹ് നടത്തുന്നവർ, നന്നാക്കുന്നവർ. ആ നന്നാക്കുന്ന പണി എടുക്കുന്ന ഒരു സ്ഥാപനത്തിന്റെ പേരാണ് അവിടെ അതിമനോഹരമായി എഴുതി വച്ചിരിക്കുന്നത് വിസ്ഡം ഇസ്ലാഹി സെന്റർ എന്ന പേര്. അതുകൊണ്ട് ഇതിന്റെ ഭാരവാഹികളോടും ഇതിന്റെ പ്രവർത്തകന്മാരോടും ഇവിടെ തടിച്ചുകൂടിയ ഇതിന്റെ ഗുണകാംക്ഷികളോടും എനിക്ക് പറയാനുള്ളത്, ഇവിടെ നന്മയെ ഉണ്ടാകാൻ പാടുള്ളൂ. ഇവിടെ തിന്മയെ മായ്ക്കുന്ന ഇടമായിരിക്കണം. ഇവിടെ സമാധാനത്തിന്റെ കേന്ദ്രമായിരിക്കണം. അതാണ് സമൂഹത്തിന് നമുക്ക് നൽകാനുള്ളത്. അപ്പൊ വെറുതെ ഒരു വൈകാരികതയ്ക്ക് വേണ്ടിയിട്ട പേരല്ല ഇത് എന്ന് മനസ്സിലാക്കണം. ഇത് നമ്മളിലുള്ള എന്തെല്ലാം കറകളുണ്ടോ, കളകളുണ്ടോ, ആ കറകൾ മായ്ക്കാനും കളകൾ പറിച്ചറിയുവാനുമുള്ള ഒരു കേന്ദ്രത്തിന്റെ പേരാണ് വിസ്ഡം ഇസ്ലാഹി സെന്റർ എന്ന് പറയുന്നത്. അതാണ് ഇതിന്റെ പ്രത്യേകത. ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇന്നത്തെ നമ്മുടെ സമൂഹത്തിന് പറ്റിയ കേടെന്താ? ഇന്ന് നമ്മുടെ രാജ്യത്തിന് പറ്റിയ കേടെന്താ? ഒന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ സൂചിപ്പിക്കേണ്ടായി. മനുഷ്യന്റെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാതെ മനുഷ്യരെ പരസ്പരം തെറ്റിക്കുന്നതിന് വേണ്ടി, വർഗീയമായി ധ്രുവീകരിക്കുന്നതിന് വേണ്ടിയുള്ള അജണ്ടകളാണ് ഇന്ന് ഇവിടെ ക്രമീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് അങ്ങനെ ആളുകളെ തമ്മിൽ തെറ്റിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. മറുഭാഗത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ? നൈമിഷികമായ സന്തോഷം തേടി അപകടത്തിന്റെ കെണിയിലേക്ക് നമ്മുടെ പുതിയ തലമുറ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് ആഘോഷിക്കണം, അവർക്ക് അർമാദിക്കണം, അവർക്ക് സന്തോഷിക്കണം. ആ സന്തോഷം വളരെ നൈമിഷികമാണ്. കുറച്ച് സമയം ഉണ്ടായാൽ മതി. അതിനെന്താ ഏറ്റവും പെട്ടെന്ന് സന്തോഷം കിട്ടാനുള്ള മാർഗം എന്താ? മദ്യം ഉപയോഗിക്കുന്നേ, ലഹരി ഉപയോഗിക്കുന്നേ. എവിടെയാണോ ചാടിക്കളിക്കാൻ പറ്റുക അവിടെ പോയി ചാടിക്കളിക്കുന്നേ. അതേപോലെ തന്നെ സ്ത്രീകളും പുരുഷന്മാരൊക്കെ കൂടിയിട്ട് കൂടിക്കലർന്ന് ഡാൻസ് ചെയ്യന്നെ. അങ്ങനെ സമൂഹത്തിന്റെ ഒരു സാഹചര്യത്തിൽ നിന്ന് മാറി ഒരാഘോഷ ത്വരയിലേക്ക് ഇന്ന് നമ്മുടെ സമൂഹം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. എവിടെയാണത് ഇല്ലാത്തത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഞാൻ ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ ഉമ്മമാരോടും ഉപ്പമാരോടും വളരെ ഗൗരവമായി പറയാണ്, ഈ ഇസ്ലാഹി സെന്ററിന്റെ പ്രാധാന്യം ഞാൻ പറയുന്നത്. ഇത് നിങ്ങൾക്ക് നൽകാൻ പോകുന്ന സന്ദേശത്തിന്റെ മഹത്വമാണ് ഞാൻ പറയുന്നത്. അതായത് ഇവിടെ മറ്റു സെന്ററുകളും പള്ളികളും ക്ലാസുകളും പരിപാടികളും സമ്മേളനങ്ങളും എല്ലാം ഉണ്ടെങ്കിലും അവരൊന്നും കൈവെക്കാത്ത, അവരൊന്നും മനസ്സിലാക്കിയിട്ടില്ലാത്ത ഒരു വലിയ പ്രശ്നത്തെ, അപകടത്തെയാണ് നാം തിരിച്ചറിഞ്ഞിരിക്കുന്നത്. അത് നമ്മുടെ വീടുകളിൽ നിന്ന് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, നമ്മുടെ കുട്ടികൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഇന്ന് എന്താ കുട്ടികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? 18 വയസ്സായ പിന്നെ എൻ്റെ കാര്യം ഞാൻ തീരുമാനിക്കുന്നു, അല്ലേ? നമ്മൾ അതുവരെ അവരെ നഴ്സറിക്ക് പറഞ്ഞേക്കണു. ഇപ്പോൾ പേരക്കുട്ടികളൊക്കെ ഉള്ള ഉപ്പമാരും ഉമ്മമാർക്കുള്ള പണി എന്താ വെച്ചാൽ പേരക്കുട്ടികളെ നോക്കലാണ്, അല്ലേ? വേറെയുള്ള ജോലിയൊക്കെ കഴിഞ്ഞിട്ട് അവരെ ഇംഗ്ലീഷ് മീഡിയത്തേക്ക് പറഞ്ഞേക്കുക, അവരെ കുളിപ്പിക്കുക, അവരെ മാറ്റുക, അവരെ കൊണ്ടുവരിക, അല്ലേ? അതിനു വേണ്ടിയല്ലേ നമ്മൾ കൂടുതൽ സമയം നമ്മൾ ചെലവഴിക്കുന്നത്. അങ്ങനെ 3-ാം വയസ്സ് തുടങ്ങും നമ്മൾ അവരെ കൊണ്ടുപോയി ആക്കൽ. അങ്ങനെ അവരെ കാലാണോ കൈയാണോ വളരുന്നത് നോക്കി വളർത്തി വലുതാക്കി കൊണ്ടുപോയി എല്ലാ സൗകര്യവും ഫീസും ലക്ഷക്കണക്കിന് രൂപയൊക്കെയാണ് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഇപ്പോൾ വിദ്യാഭ്യാസത്തിന് ആൾക്കാർ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത്, അല്ലേ? ആൺകുട്ടികളും പെൺകുട്ടികളും ഒരു വ്യത്യാസമല്ല.
എവിടെ പോയി പഠിക്കേണ്ടി വെച്ചാൽ അവിടെ പോയി, ബാംഗ്ലൂരോ മൈസൂരോ UK എവിടെ വെച്ചാൽ പഠിക്കാൻ അഡ്മിഷൻ കിട്ടിയാൽ അതിന് ഇനി വീട് വിറ്റിട്ടായാലും എല്ലാവരും പഠിപ്പിക്കാൻ നമ്മൾ തയ്യാറാണ്. ആ രൂപത്തിലേക്ക് നമ്മൾ പോയിട്ടില്ലേ? പക്ഷെ ആ കുട്ടികളിൽ നല്ലൊരു വിഭാഗത്തിൻ്റെ സ്വഭാവം എന്താണെന്ന് നിങ്ങൾക്കറിയോ? അവരൊരു 18 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതാരാ, വാപ്പേ ഉമ്മേ, എന്തോ ഒരു അന്യജീവിയെ കാണുന്നത് പോലെയാണ് പിന്നെ കാണുന്നത്. ഇത് ഞാൻ വെറുതെ പറയല്ല, നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളെ പെൺകുട്ടിനോട് നല്ലൊരു കല്യാണം വരുന്നുണ്ട്, കല്യാണം ആലോചിച്ചാലോ എന്ന് ചോദിച്ചു നോക്കി. ഇപ്പോൾ വേണ്ടെന്ന് പറയും, ഡിഗ്രി കഴിഞ്ഞോട്ടെ എന്ന് പറയും. നല്ല സോഫ്റ്റ് ആയിട്ടാണ് പറയാം. അപ്പോൾ നമ്മൾ വിചാരിക്കും എന്താ, എന്നാൽ ഡിഗ്രി കഴിയട്ടെ. അങ്ങനെ ഡിഗ്രി കഴിഞ്ഞിട്ട് ചോദിച്ചാൽ എന്താ പറയാ, അപ്പോൾ ഡിഗ്രി ഇപ്പോൾ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ, ഞാൻ അതിൻ്റെ PG കൂടി കഴിയട്ടെ. PG കഴിഞ്ഞിട്ട് ചോദിച്ചാൽ എന്താ പറയാ, ഒരു ജോലി കിട്ടട്ടെ, ജോലി കിട്ടാതെ എങ്ങനെ കല്യാണം കഴിക്കുക? ഉമ്മമാര് പറയും. പണ്ട് ഈ വർത്താനാരെ പറഞ്ഞിരുന്നത്? പണ്ട് ആൺകുട്ടികളത് പറഞ്ഞിരുന്നത്, ആൺകുട്ടികളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞിരുന്നത്. ഇപ്പം ഇന്ന് ഞാൻ ഇങ്ങോട്ട് പോരുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ഇവിടെ വണ്ടിത്താവളത്ത് താമസിച്ചിരുന്നു, ഒരു അധ്യാപകനാണ്. അദ്ദേഹം കൊല്ലത്തുകാരനാണ്. അപ്പോൾ അദ്ദേഹം ഇന്ന് ഇവിടെ ഉണ്ടോ നോക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് വിളിച്ചു നോക്കി, ഞാൻ ഇവിടെ വന്നപ്പോൾ. അപ്പോൾ അദ്ദേഹം ഇവിടെ അല്ല. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ കുടുംബവിശേഷങ്ങളൊക്കെ ചോദിച്ചപ്പോൾ, മോളൊക്കെ പിന്നെ എന്താ കല്യാണത്തിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ, ഒരു ജോലിയാകണ്ടേ, 30 വയസ്സൊക്കെ ആയി, പക്ഷെ ജോലിയാകണ്ടേ, ജോലിയായിട്ടില്ല. അപ്പോൾ ജോലി ആയെങ്കിലേ കല്യാണം കഴിക്കുള്ളൂ എന്ന് ആൺകുട്ടികളെ പറ്റിയല്ലേ നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നത്. ഇപ്പം അങ്ങനെയല്ല, അപ്പം പെൺകുട്ടികൾക്കും ജോലി ആയെങ്കിലേ എന്തുള്ളൂ, കല്യാണം വേണ്ടതുള്ളൂ എന്നുള്ളതാണ്. അപ്പം എന്താ വിഷയം? അതെന്താ? അതിൻ്റെ പിന്നിൽ തത്വങ്ങളുണ്ടേ. അതായത് പെൺകുട്ടികളെ ഇന്ന് പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ളത്, നിങ്ങൾ വിവാഹം കഴിഞ്ഞാൽ പോകാനിരിക്കുന്ന നിങ്ങളെ കൊണ്ടാകാനിരിക്കുന്ന ഭർത്താവിൻ്റെ വീട്ടുകാരുണ്ടല്ലോ, അത് നിങ്ങളെ പീഡിപ്പിക്കാനും കുഴപ്പമുണ്ടാക്കാനും കച്ചറ ഉണ്ടാക്കാനും കാത്തു നിൽക്കുന്ന ആൾക്കാരാണ് എന്നുള്ള ഒരു ചിന്തയാണെന്ന് പൊതുവെ ഉണ്ടാക്കി കൊടുത്തിരുന്നത്. അപ്പൊ നിങ്ങൾ അവിടെ യുദ്ധത്തിന് പോവാണ്. നിങ്ങളുടെ കയ്യിൽ പരിച വേണം, നിങ്ങളുടെ കയ്യിൽ ആയുധം വേണം. ഭർത്താവിന്റെ ഉമ്മയോട് പടവെട്ടാൻ, ഭർത്താവിന്റെ ഉപ്പയോട് പടവെട്ടാൻ, ഭർത്താവിനെ വരച്ച വരയിൽ നിർത്താൻ, അതിന് നിങ്ങൾക്കൊരു ആയുധം നിങ്ങളുടെ കയ്യിൽ വേണം. ആ ആയുധത്തിന്റെ പേരാണ് ജോലി എന്ന് പറയുന്നത്. അപ്പൊ ഒരു ജോലി ഉണ്ടെങ്കിൽ എന്ത്, നിങ്ങൾക്കൊരു വില ഉണ്ടാവും. നിങ്ങൾക്ക് സ്വന്തം വരുമാനം ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വില ഉണ്ടാവും അവിടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വില ഉണ്ടാവില്ല. ഇതെന്തിൻ്റെ കാഴ്ചപ്പാടാ? ഞാൻ ജോലിക്കെതിരല്ല, സ്ത്രീകൾ പഠിക്കുന്നതിനും എതിര് പറയുന്നില്ല. പഠിക്കണം, പഠിക്കാൻ വേണ്ടി ഒരു കാലത്ത് സ്ത്രീ വിദ്യാഭ്യാസം പാടില്ല എന്ന് പറഞ്ഞപ്പോൾ പുരുഷന്മാർക്കുള്ളതുപോലെ തന്നെ സ്ത്രീകൾക്കും അറിവ് നേടാം എന്ന് സ്പീക്കർ കെട്ടി ഇവിടെ പ്രസംഗിക്കുകയും അതിനുള്ള അവകാശങ്ങൾ നേടിക്കൊടുക്കുകയും ചെയ്ത പ്രസ്ഥാനത്തിന്റെ പേരാണ് മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറയുന്നത്. അതേ നിലപാടിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, അവർ പഠിക്കണം, അവർക്ക് ജോലി ചെയ്യാം. പക്ഷേ എന്തിനാണ് ജോലി? ജീവിക്കാനാണ്. ജീവിക്കണമെങ്കിൽ ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയോ? ഇല്ല, ഭർത്താവ് വേണം. ഭർത്താവ് മതിയോ? പോരാ, കുട്ടികൾ വേണം. കുട്ടികൾ മതിയോ? വീട് വേണം. ഒരു വീടും ഭർത്താവും ഭാര്യയും കുട്ടികളും ഉപ്പയും ഉമ്മയും ഒക്കെ ആയി ഒന്നിച്ച് ജീവിക്കുമ്പോഴല്ലേ ആ ശമ്പളത്തിന് വിലയുള്ളൂ, അപ്പോഴല്ലേ ശമ്പളം ആവശ്യമുള്ളൂ. ഒരാൾക്ക് മാത്രം ഒറ്റയ്ക്ക് ജീവിക്കാൻ എന്തിനാ ശമ്പളം? ഇതിനത്ര തോനെ കാശ്? നമ്മൾക്ക് ഒരു ചാൺ വയറ് നിറയാൻ നമുക്ക് ഒരു മാസത്തിൽ 1 ലക്ഷം രൂപന്റെ വരുമാനം വേണോ? നമുക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ ഒരു വലിയ കാറ് വേണോ? നമുക്ക് ഒറ്റയ്ക്ക് കിടന്നുറങ്ങാൻ വലിയൊരു വീട് വേണോ? വേണ്ടല്ലോ. ഇതൊക്കെ ഉണ്ടാക്കുന്നത് എന്തിനു വേണ്ടിയാ? നമുക്ക് കുടുംബം ഉണ്ടാകുമ്പോഴാണ്, ജീവിതം ഉണ്ടാകുമ്പോഴാണ്. ജീവിക്കാനാണ് ജോലി, അല്ലാതെ ജോലിക്ക് വേണ്ടിയല്ല ജീവിതം. പക്ഷേ ഇന്ന് തല കീഴ്മേലായി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് എല്ലാം ജോലിയാണ്. ഒരു വല്ലാത്തൊരു കരിയർ ഭ്രാന്തിലേക്കാണ് ഇന്ന് നമ്മുടെ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുണ്ടെങ്കിലേ ബാക്കിയൊക്കെ ഉള്ളൂ എന്നുള്ളതാണ്. ചില കുട്ടികൾ ഇപ്പോൾ അവസാനം പറയണമെങ്കിൽ കല്യാണം തന്നെ വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കുകയാണ്. കല്യാണമൊക്കെ വലിയ പ്രശ്നമാണ്. നിങ്ങൾ കാര്യം മനസ്സിലാക്കിക്കോളും. ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് എന്താണെന്നറിയോ? സ്ത്രീ ഒരിക്കലും തന്നെ കുടുംബത്തിൻ്റെ ചെലവ് നടത്തേണ്ടവളല്ല. ആ ഭാരം അവളെ തലയിൽ ഇസ്ലാം വെച്ച് കിട്ടിയിട്ടില്ല. അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. അത് സഹോദരിമാരുമാണ് മനസ്സിലാക്കുക. ഈ ഫെമിനിസ്റ്റുകളും സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിക്കുന്ന ആളുകളും നിങ്ങളോട് ചെയ്യുന്നത് ചതിയാണ്, ക്രൂരതയാണ്. എന്താണ് ആ ക്രൂരത? മറ്റൊന്നുമല്ല, നിങ്ങൾ 2 ജോലി എടുക്കണം എന്നാണ് പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു ജോലി എന്താ അറിയോ?
ഒരിക്കലും നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റാത്തൊരു ജോലിയുണ്ട് സഹോദരിമാർക്ക്. അതെന്താ? ഗർഭം ധരിക്കുക എന്നുള്ളത്. ഇപ്പം നമ്മൾ ഈ സമത്വമൊക്കെ പറഞ്ഞിട്ട് ഭാര്യ പറയണത്, ഞാൻ 2 എണ്ണത്തിനെ ഞാൻ പ്രസവിച്ചല്ലോ, ഇനി 3ാമത്തെ നിങ്ങൾ പ്രസവിക്കുന്ന ഒരു ഭർത്താവിനോട് പറഞ്ഞ് നടക്കുമോ? നടക്കൂലേ. അത് സ്ത്രീകൾ തന്നെ ചെയ്യേണ്ടി വരും. പിന്നെ ആ കുട്ടി പുറത്തു വന്നു കഴിഞ്ഞാൽ 2 വയസ്സ് വരെ അതിന് മുലയൂട്ടുക എന്നുള്ളതും ഭർത്താവിനെ കൊണ്ട് കഴിയുന്ന കാര്യമല്ല. ഇത് പ്രകൃത്യ എത്ര വലിയ ഫെമിനിസ്റ്റുകളായിട്ടും കാര്യമില്ല, എത്ര വലിയ ലിബറൽവാദികളായിട്ടും കാര്യമില്ല, മതനിഷേധികളായിട്ടും കാര്യമില്ല, അവരെ ഭർത്താക്കന്മാർക്ക് പോലും കഴിയാത്ത കാര്യമാണ്. എന്തിനാ നമ്മൾ വെറുതെ നടക്കാത്ത കാര്യം പറയുന്നത്? അപ്പം എന്ത് ചെയ്യണം? ഒരു സ്ത്രീ ഈ പണിയൊക്കെ എടുക്കണം. ഒരു ഗർഭിണിയാകുക എന്ന് പറഞ്ഞാൽ തന്നെ ആകുമ്പോഴേക്കന്നെ ഇപ്പോൾ അത് രോഗമായി മാറിയിട്ടുണ്ട് അല്ലേ? ഛർദിയും പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് തുടങ്ങുമ്പോൾ തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി ബുക്ക് ചെയ്യണം. പണ്ടൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, അത് പിന്നെ അരക്കുന്ന ഇടത്തുനിന്നാണ്, അമ്മയോണ്ട് അരക്കുന്നിടത്തുനിന്നാണ് പോയി പ്രസവിച്ചും കണ്ടിട്ട് വരല്ലേ. ആ കാലം ഉണ്ടായിരുന്നു പണ്ട്. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഗർഭിണിയായും തുടങ്ങി അന്ന് മുതൽ എന്തായി? ഒരു രോഗിനെ പോലെയായി അല്ലേ? ആ സാഹചര്യമാണ്. എന്നാൽ ആ സ്ത്രീ ആ വേദന അനുഭവിക്കണം. ഗർഭിണിയാവും എന്തൊക്കെ പ്രശ്നങ്ങൾ അനുഭവിച്ച് കടന്നു പോകണം നിങ്ങൾ ആലോചിച്ച് നോക്കി. ആ കൂട്ടത്തിൽ ഇവള് ജോലിക്കും പോകണം, പുറത്തേക്ക് കുട്ടിനെയും നോക്കണം, പുറത്തു പോയി ജോലിയും വേണം, പൈസ ഉണ്ടാക്കി കൊണ്ടുവരും വേണം, വീട്ടിലത്തെ ചെലവും വേണം നടത്തുക. ഇത് സ്ത്രീനോടുള്ള സ്നേഹമാണോ അതോ സ്ത്രീകളെ ചതിക്കുകയാണോ? ഞങ്ങളുടെ നാട്ടിലൊക്കെ പുളിച്ചിമ കയറ്റുമെന്ന് പറയും. പറഞ്ഞു പുളിച്ചിമ കയറ്റി. നിങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടണമെങ്കിൽ നിങ്ങൾ അങ്ങനെ ഇങ്ങനെ പൊന്തതിനനുസരിച്ച് ഈ സാധുക്കൾ വീട്ടിലത്തെ ജോലിയുമാണ് എടുക്കുക, പുറത്ത് ജോലിയുമാണ്. അതുപോലെ എന്താ പുരുഷന്മാർക്ക് വീട്ടിലത്തെ ജോലി എടുത്താൽ പുരുഷന്മാർക്ക് എടുക്കാൻ കഴിയണ കുറേ ജോലി ഉണ്ട്, അത് അവരെടുക്കണം, എടുത്തോട്ടെ. പക്ഷെ ഈ പറഞ്ഞ ജോലി ഇവർക്ക് എടുക്കാൻ കഴിയൂലേ? അത് സ്ത്രീകൾ തന്നെ എടുക്കണേ. അതൊരു കുട്ടി കഴിഞ്ഞ് തൊട്ടടുത്ത് 2ാമത്തെ കുട്ടിയായ പിന്നെന്താ ചെയ്യുക? അപ്പം എന്താ പരിപാടി? അറിയുന്ന കുട്ടികൾ വേണ്ട. ഈ കുട്ടികൾ വേണ്ട പറഞ്ഞാൽ എന്താ? പിന്നെ എന്തിനാ പൈസ? പിന്നെ എന്തിനാ ജോലി? പിന്നെ എന്തിനാ കാശ്? കുട്ടികളും മക്കളൊന്നും ഇല്ലെങ്കിൽ സ്വന്തം ജീവിക്ക് അത്ര കാശ് വേണം. എന്ത് തലതിരിഞ്ഞ ആശയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എവിടേക്കാ നമ്മൾ പോണത്? എന്നിട്ടോ പിന്നെന്താ ജീവിതം എന്നാ അടിച്ചു പൊളിക്കുക. കണ്ട സ്ത്രീകളെ പിന്നാലെ പുരുഷന്മാർ നടക്കുക, കണ്ട പുരുഷന്മാരെ പിന്നാലെ സ്ത്രീകളും നടക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. എന്നിട്ട് ആ നാള് മനുഷ്യനില്ലാത്തടത്തേക്ക് യാത്ര പോവുക. സോളോ ട്രിപ്പുകൾ, സ്ട്രെയിൻസ് ട്രിപ്പുകൾ, ഒറ്റക്കുള്ള യാത്രകൾ. ഇപ്പൊ പോയി എവിടെ എത്തിയെന്നറിയോ? ഇപ്പൊ നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന, ഹൈസ്കൂളിൽ പഠിക്കുന്ന, +1 പഠിക്കുന്ന, +2 പഠിക്കുന്ന കുട്ടികൾ ഇന്ന് പോകുന്നത് കേരളത്തിൽ നിന്ന് മറ്റേതെങ്കിലും സംസ്ഥാനങ്ങളോട്ടല്ല, മറിച്ച് രാജ്യം തന്നെ വിട്ടുപോവുകയാണ്. കൊറിയയിലേക്കാണ് പോകുന്നത്. ഇപ്പൊ കൊറിയൻ മ്യൂസിക്കിന്റെ പിന്നാലെയാണ് എല്ലാവരും. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന, 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ വരെ അതിന്റെ പിന്നാലെയാണ്. ഒരു കൊറിയൻ മ്യൂസിക് ബാൻഡ്, അതിൽ ആകൃഷ്ടരായി കുട്ടികൾ വാപ്പാരെ ഫോൺ കിട്ടിയാൽ, ഉമ്മാന്റെ ഫോൺ കിട്ടിയാൽ അത് നോക്കി നടക്കുകയാണ്. എന്നിട്ട് പിന്നെ ഇത് കാണുന്നോടുകൂടി കുട്ടികൾക്ക് അവിടേക്ക് എത്തണം എന്നുള്ളൊരു ആഗ്രഹം, അവരെ പോലെ ആകണമെന്ന ആഗ്രഹം. അത് കേൾക്കാതിരിക്കാൻ കഴിയാത്തൊരവസ്ഥ. അപ്പോഴാണ് ആ ഫോൺ മാറ്റി വെക്കുമ്പോൾ കുട്ടി പോയി ആത്മഹത്യ ചെയ്യുന്നത്. ഇന്നലെ പോലും കണ്ടു അല്ലെ? വളരെ സുന്ദരനായ ഒരു കുട്ടി. എനിക്ക് ആ കുട്ടിൻ്റെ മുഖത്ത് നോക്കിയിട്ട് വല്ലാതെ സങ്കടം തോന്നി. ഫോൺ വാങ്ങി വെച്ചിട്ട് പോയി കുട്ടികൾ ആത്മഹത്യ ചെയ്ത. ഉത്തർപ്രദേശിൽ നിന്ന് കണ്ട ഒരു വാർത്ത. ഉത്തർപ്രദേശിലെ 3 പെൺകുട്ടികളാണ് ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ പോയി താഴേക്ക് ചാടിയത്. ചാടി മരിക്കുക, ബിൽഡിംഗിൽ നിന്ന് താഴേക്ക് ചാടിയിട്ടേ. എന്തിന്? അവരെഴുതി വെച്ചിട്ടുണ്ട് കാരണം, പ്രിയപ്പെട്ട പപ്പ ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങൾ കൊറിയയിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങിയതാണ്, ഞങ്ങളുടെ സ്വപ്നം കൊറിയയിലാണ്, ഞങ്ങളുടെ കാഴ്ചയും ജീവിതവും കൊറിയയിലാണ്. പക്ഷേ ഞങ്ങളെ അങ്ങോട്ട് വിടാത്തൊരു സാഹചര്യം വരുമ്പോൾ, ഞങ്ങൾക്കത് അനുഭവിക്കാൻ കഴിയാത്തൊരു സാഹചര്യം വരുമ്പോൾ ഞങ്ങൾക്ക് ഈ മരണത്തിന്റെ വഴിയല്ലാതെ വേറെ വഴിയില്ല. ഞങ്ങളുടെ ജീവിതം നിരാശപ്പെട്ടു പോയി. നോക്കൂ നിങ്ങൾ, കുട്ടികളുടെ മാനസികാവസ്ഥ പോണ പോക്ക്. ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും അത് ഉത്തർപ്രദേശിലല്ലേ എന്ന്. ഉത്തർപ്രദേശിൽ മാത്രമല്ല, ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് +1 പഠിക്കുന്ന യൂണിഫോം ഇട്ട് യാത്ര ചെയ്യുന്ന 3 കുട്ടികളെ പരിചയക്കാരനായ ഒരു ഓട്ടോറിക്ഷക്കാരൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പിടിച്ചിട്ട് വീട്ടിൽ കൊണ്ടുപോയത്. അപ്പൊ അവരെ ബാഗ് തപ്പി നോക്കുമ്പോൾ 10-25,000 രൂപ, അവരെ വള, അല്ല സാധനങ്ങളൊക്കെ അവരെ കയ്യിലുണ്ട്. എന്തിനാ? ഞങ്ങൾ കൊറിയയിലേക്ക് പോവുകയാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും അത് അവിടെയല്ലേ? അല്ല, അവിടെ മാത്രമല്ല, നമ്മൾ തമിഴ്നാടിനോട് ചേർന്നാണ് കിടക്കുന്നത്. ഈ തമിഴ്നാട് എയർപോർട്ടിൽ നിന്ന് പോലീസുകാർ ഇതുപോലെ 3 സ്കൂൾ കുട്ടികളെ എയർപോർട്ടിൽ നിന്ന് പിടിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയി ആക്കി. അവരും കൊറിയയിലേക്ക് ടിക്കറ്റ് എടുത്തിരിക്കുകയാണ്. ഈ വണ്ടിത്താവളത്ത് നിന്ന് സ്വന്തമായി
പാലക്കാട് പട്ടണത്തിൽ പോയി തിരിച്ചു വരാൻ കഴിയാത്ത മക്കളാണ്. 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികളാണ് കൊറിയയിലേക്കുള്ള യാത്ര പ്ലാൻ ചെയ്യുന്നത്, അവിടേക്കുള്ള സംവിധാനങ്ങൾ ശരിയാക്കുന്നത്. ആരാണ് അവർക്ക് അതിന് ഒത്താശ ചെയ്തു കൊടുക്കുന്നത്? അതാണ് ഇന്റർനെറ്റിലൂടെ നമ്മൾ അറിയാത്ത ബന്ധങ്ങളിലേക്ക് അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴും നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ മറ്റേതോ കുട്ടികളാണ്, നമ്മുടെ കുട്ടികളൊന്നും അതിലുണ്ടാവുകയില്ല എന്ന്. ഞാനിത് സ്കൂളിന്റെ ഒരു അസംബ്ലിയിൽ പറയുകയുണ്ടായി, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് മക്കളെ, നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് വന്നപ്പോൾ ഒരു കുട്ടി എൻ്റെ പിന്നാലെ വന്നിട്ട് പറഞ്ഞു, മാഷേ നിങ്ങളാ പറഞ്ഞ ആ പ്രശ്നം ഉണ്ടല്ലോ, കൊറിയത്തെ മ്യൂസിക് ബാൻഡ്, അതിനൊരു എംബ്ലം ഉണ്ട്. ആ എംബ്ലം നമ്മുടെ ക്ലാസ്സിലെ കുട്ടിൻ്റെ കയ്യുമ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ വിളിച്ച് അന്വേഷിച്ച് നോക്കി. അപ്പം നോക്കുമ്പോൾ ഉണ്ട്. അപ്പം മോള് ഇതെങ്ങനെ നിന്റെ കയ്യിൽ എങ്ങനെ വരച്ചതെന്ന് ചോദിച്ചു. അവ പറയാ, ആ ഞാനിത് കേൾക്കാറുണ്ട്, ഞാനത് കാണാറുണ്ട്, അത് ഭയങ്കര രസമാണ് മാഷേ. അപ്പം എവിടുന്നാണ്? വല്യമ്മാൻ്റെ അടുത്താണ് ഞാൻ കിടക്കാറുള്ളത്. വല്യമ്മാൻ്റെ ഫോണ് എനിക്ക് കിട്ടും, വല്യമ്മ വേഗം ഉറങ്ങും, പിന്നെ ഞാൻ നേരം വിളിക്കുള്ളത് കളിക്കും. മനസ്സിലായ കാര്യം? ഇതൊക്കെ എന്തിനാ പറയണത്? നമ്മളെ വീടുകളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഇതാണ് പുതിയ ലോകമെന്ന് പറയുന്നത്. ജീവിതം എന്തിന് എന്നതിനെ കുറിച്ച് യാതൊരു വിവരമില്ല. ഇങ്ങനെയുള്ള ഒരു മാസ്മരിക ലോകത്ത് അടിച്ചുകൂടും. ഇപ്പൊ എവിടെ നോക്കിയാലും DJ പാർട്ടിയാണല്ലോ അല്ലേ? ഒരു ലൈറ്റിലുള്ള വണ്ടി ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ആ വണ്ടി വന്ന് നിൽക്കുക, അത് എന്ത് പേര് പറഞ്ഞാലും അതന്നെ. അത് സ്കൂൾ വാർഷികമാണെങ്കിലും ശരി, അത് ഇനി ഇലക്ഷന്റെ വർക്കാണെങ്കിലും ശരി, പിന്നെ വേറെ ഇലക്ഷനിൽ തോറ്റാലും ശരി ജയിച്ചാലും ശരി, എല്ലാ പരിപാടി അതിലോ ആണും പെണ്ണും കൂടി ആടുകയും ചെയ്യാം. അത് രണ്ടും കൂടി കൂടുമ്പോൾ അവിടെ ലഹരി സാധനങ്ങൾ വേറെ വരികയും ചെയ്യാം. പിന്നെ എവിടേക്ക് നമ്മളെ തലമുറ പോണത്? താമരശ്ശേരിയിൽ ഷഹബാസ് എന്ന് പറയുന്ന കുട്ടി കൊല്ലപ്പെട്ടത് ഇങ്ങനെ ഒരു പ്രശ്നത്തിന്റെ നടുവിൽ നിന്നുകൊണ്ടാണ്. ഞാൻ സൂചിപ്പിക്കുന്നത് വളരെ അപകടകരമായ അവസ്ഥയിലൂടെയാണ് നമ്മൾ നാട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. തിരിച്ചു വിളിക്കണ്ടേ നമുക്ക്? നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും തിരിച്ചു വിളിക്കണ്ടേ? എന്താ മാർഗം? ജീവിതത്തിന്റെ ലക്ഷ്യം അവർക്ക് കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കുക എന്നത് മാത്രമാണ് അതിന് പരിഹാരമായിട്ടുള്ളത്. ആ ലക്ഷ്യത്തിന്റെ പേരാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം ഇവിടെയല്ല, പരലോകത്താണ്. അതാ ജീവിതത്തിന്റെ മർമ്മം. ഇസ്ലാം ഇതിൽ നിന്നൊക്കെ മനുഷ്യന്മാരെ പിറകോട്ട് പിടിക്കും. എങ്ങനെ? രണ്ടാശയങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടാണ്. ഒന്നെന്താ? നിങ്ങളെ സദാ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു റബ്ബുണ്ട്, ഒരു അള്ളാഹു ഉണ്ട്. ആ അള്ളാഹുവിനെ നിങ്ങൾ ഭയപ്പെടണം, സൂക്ഷിക്കണം. ഈ പ്രപഞ്ചം വെറുതുണ്ടായതല്ല, ഇതിനൊരു സൃഷ്ടാവുണ്ട്. അവനാണ് അള്ളാഹു, അവൻ ഏകനാണ്. അവനെ മാത്രം നിങ്ങൾ ആരാധിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് രക്ഷയുണ്ടാവുകയുള്ളൂ, സൂക്ഷ്മത ഉണ്ടാവുകയുള്ളൂ. യാ അയ്യുഹന്നാസ് യാ അയ്യുഹന്നാസ് ഉബ്ദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. ഏ ജനങ്ങളെ, നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ച ആ സൃഷ്ടാവിനെ നിങ്ങൾ ആരാധിക്കണം. എന്തിനു വേണ്ടി? ലഅല്ലക്കും തത്തഖൂൻ. എന്നാ നിങ്ങൾ എന്താവും? സൂക്ഷ്മതയുള്ളവരായി മാറും. വളരെ ക്ലിയർ അല്ലേ പറഞ്ഞത്? ഇന്ന് മനുഷ്യന്മാർ അച്ചടക്കമുള്ളവരായി മാറാൻ വേണ്ടി ആധുനിക ലോകം എന്ന് വിളിക്കുന്ന ഈ ലോകം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന തന്ത്രം എന്താ? CCTV ക്യാമറ അല്ലേ? ഈ ഹൈവേയിലൂടെ ഓവർ സ്പീഡിൽ വണ്ടി പോകാതിരിക്കാൻ ചെയ്യുന്ന മാർഗം എന്താ? അവിടെ ക്യാമറ ഉണ്ട് എന്ന് പറയും. ഒരു സൂപ്പർ മാർക്കറ്റിൽ മോഷണം നടക്കാതിരിക്കാനുള്ള മാർഗം എന്താ? നിങ്ങൾ CCTV ക്യാമറയുടെ നിയന്ത്രണത്തിലാണെന്ന് പറയും. ഒരു ഓഫീസിൽ ഉദ്യോഗസ്ഥന്മാർ നേരത്തെ എത്താനുള്ള മാർഗം എന്താ? അവിടെ പഞ്ചിങ് മെഷീൻ വെക്കും, അല്ലെ അവിടെ CCTV ക്യാമറ വെക്കും. എന്താ അതിന്റെ തത്വം? ഇതിന് സാമാന്യ തത്വമുണ്ട്. നിങ്ങൾ നിരീക്ഷിക്കപ്പെടുന്നു എന്ന ഒരു തോന്നൽ ഉണ്ടാകുമ്പോഴാണ് മനുഷ്യൻ അച്ചടക്കമുള്ളവനായി മാറും. അതല്ല ഇതിന്റെ തത്വം. എന്നാൽ ഈ CCTV ക്യാമറക്കൊക്കെ പരിമിതി ഉണ്ട്. അത് വെച്ച് 4 ദിവസം കഴിഞ്ഞാൽ ചിലപ്പോൾ കേടുവരും. വെക്കുമ്പോൾ തന്നെ പറയാൻ എന്താ വെച്ചാൽ 10 എണ്ണം വെക്കുന്നുണ്ടെങ്കിൽ അതിൽ 5 എണ്ണം എന്തുണ്ടാവുള്ളൂ, വർക്ക് ചെയ്യുള്ളൂ, 5 എണ്ണം ഡെമോ ആണ് അറിയും. അങ്ങനെ പറയാം. അത് പെട്ടെന്ന് കേടുവരും ചെയ്യും. എന്നാലേ ഒരു പരിമിതിയുമില്ലാത്ത, ഇതിനോടൊന്നും ഉപമിക്കാൻ പറ്റാത്തവനാണ് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് എന്ന് പറയുന്നത്. ആ പടച്ച തമ്പുരാനുണ്ടല്ലോ, അതാണ് റബ്ബ്. നിങ്ങളെ പടച്ച് പരിപാലിക്കുന്ന റബ്ബുൽ ആലമീൻ. ആ റബ്ബുൽ ആലമീന്റെ നിരീക്ഷണത്തിലാണ് നമ്മളുള്ളത്. നമ്മൾ ആകാശത്താകട്ടെ, ഭൂമിയിലാകട്ടെ, സ്വദേശത്താകട്ടെ, വിദേശത്താകട്ടെ, കോളേജിലാകട്ടെ, വീട്ടിലാകട്ടെ, ബെഡ്റൂമിലാകട്ടെ, ബാത്റൂമിലാകട്ടെ, എവിടെയാണെങ്കിലും സദാസമയവും നമ്മളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അല്ലാഹുവുണ്ട്. വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി
വനഹ അൻ-നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. അല്ലാഹുവിന്റെ സ്ഥാനത്തെ ഭയപ്പെട്ടുകൊണ്ട് തിന്മയിൽ നിന്നാര് മടങ്ങുന്നുവോ അവർക്കുള്ളതാകുന്നു സ്വർഗം. അതാ പടപ്പുകളെ പേടിച്ചിട്ടല്ല അല്ലേ. ചില സഹോദരി ചില പെൺകുട്ടികളുണ്ട് രാവിലെ സ്കൂൾക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ കോളേജിലേക്ക് പോകുമ്പോൾ ഉഷാറായിട്ട് മഫ്ത കെട്ടിങ്ങാണ്ട് ഗംഭീരമായിട്ട് പോകും. അപ്പോൾ വാപ്പി ഇമ്മി ഇതിങ്ങനെ കണ്ട് സന്തോഷത്തോടുകൂടി എന്താ എൻ്റെ മോളെ അല്ലേ, എൻ്റെ മോൾ എത്ര ഉഷാറാണെന്ന് വിചാരിക്കും. പക്ഷേ ചിലപ്പോൾ ഇവിടെ നിങ്ങോട്ട് പോയിട്ട് ബസ് കയറുമ്പോൾ എന്ത് ചെയ്യും, ഈ പിന്നുമെല്ലാം ഇങ്ങോട്ട് അഴിയും. പിന്നെ ബസ്സിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി കോളേജിലേക്ക് പോകുമ്പോൾ അതിങ്ങനെ തോളിക്കിങ്ങോട്ട് ഇറങ്ങും. ചില കുട്ടികൾ കോളേജിൻ്റെ ഉള്ളിലേക്കാണ് കയറിയാൽ പിന്നെ എടുത്ത് പിന്നെ ഈ ബാഗിൻ്റെ ഉള്ളിൽ കണ്ടിടും. പിന്നെ അതൊന്നുമില്ല. പിന്നെ അതേപോലെ വൈകുന്നേരം കോളേജ് വിട്ടുങ്ങാണ്ട് പോരുമ്പോൾ നേരത്തെ വരെ ഇടും. വീട്ടിൽ എത്തുമ്പോൾ അതൊക്കെ കുത്തി സാറായിട്ട് ഇങ്ങനെ വരും. ആരെ കബളിപ്പിച്ചു? വാപ്പാനെയും ഉമ്മാനെയും കബളിപ്പിച്ചു. പക്ഷേ എന്നെ കോളേജിൻ്റെ ഉള്ളൊന്നും കാണുന്നൊരു പടച്ചമുണ്ട് എന്ന് ഒരു കുട്ടി വിശ്വസിച്ചാൽ ആ കുട്ടിക്ക് അങ്ങനെ ചെയ്യാൻ കഴിയും. ഭർത്താവ് ഗൾഫിലാണ്. തൻ്റെ ഭാര്യക്കും കുടുംബത്തിനും വേണ്ടി, തൻ്റെ വീടുണ്ടാക്കാൻ വേണ്ടി ആ മണലാരണ്യത്തിൽ കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് മനുഷ്യൻ. പക്ഷേ അയാളുടെ അഭാവത്തിൽ ഒരു അന്യ പുരുഷന് വാതിൽ തുറന്നു കൊടുക്കുന്ന ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ ഈ പടച്ചതമ്പുരാനെ കുറിച്ച് പഠിച്ച ഒരു സ്ത്രീക്ക് ഒരിക്കലും അതിന് കഴിയില്ല. കാരണം അങ്ങ് മണലാരണ്യത്തിലുള്ള എന്റെ ഭർത്താവ് കണ്ടില്ലെങ്കിലും എന്നെ സദാസമയവും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു റബ്ബുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു സഹോദരിക്ക് എങ്ങനെയാണ് ഒരു അന്യ പുരുഷന് വാതിൽ തുറന്നു കൊടുക്കാൻ കഴിയുക? അതേപോലെ തന്നെ ആ വിദേശത്ത് കഴിയുന്ന വ്യക്തി, ഞാനിപ്പോൾ വിദേശത്താണ്, അതുകൊണ്ട് എന്റെ ലൈംഗികമായ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ഞാൻ മറ്റൊരു വഴി സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ് വേറൊരു സ്ത്രീയെ ഒരിക്കലും അവന്റെ ജീവിതത്തിലേക്ക് കടത്തിക്കൊണ്ടുവരാൻ അവന് കഴിയില്ല. കാരണം എന്റെ ഭാര്യയും മക്കളും അറിഞ്ഞില്ല എങ്കിലും ഇതറിയുന്ന ഒരു അള്ളാഹു ഉണ്ട് എന്നൊരു ഓർമ്മ. അതൊറ്റക്കാവുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താ? ഒരാണും പെണ്ണും ഒറ്റക്കായാൽ അവിടെ മൂന്നാമനായി ആരുണ്ടാകും? ശൈത്താൻ ഉണ്ടാകുമെന്നാണ്. സംശയമുണ്ടോ നിങ്ങൾക്ക്? ഈ പ്രണയം എന്ന് പറഞ്ഞ് അതുപോലെയുള്ള ലിബറൽ സംസ്കാരത്തിലേക്ക് ആൺ സുഹൃത്ത് പെൺ സുഹൃത്ത് എന്നാണല്ലോ ഇപ്പൊ പേര് പറയാറുള്ളത്. എന്നാൽ കഴിഞ്ഞ ദിവസം കോടതി പറഞ്ഞത് എന്താ? അവിഹിത ബന്ധങ്ങളിലേക്ക് കടക്കുന്നതും ബന്ധപ്പെടുന്നതും നല്ലോണം സൂക്ഷിച്ചു വേണമെന്ന. അത് കോടതിക്ക്, സുപ്രീം കോടതിക്ക് വരെ പറയേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ട് അത്രമേൽ അപകടങ്ങൾ ഇന്നുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ അടുത്താണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി, അതേ സ്കൂളിൽ +1 പഠിക്കുന്ന ഒരാൺകുട്ടി, അവർ രണ്ടുപേരും പ്രണയത്തിലായി കുറച്ചു കാലം. അങ്ങനെ അവസാനം അവന്റെ കൂടെ ഇവൾ ഒളിച്ചോടാൻ വേണ്ടി ഡ്രസ്സൊക്കെ ബാഗിലിട്ട് രണ്ടുപേരും രാത്രിയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത്. അങ്ങനെ തൊടികപ്പൊലം എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷന്റെ അവിടെ വന്നൊരു കുറ്റിക്കാണുണ്ട്, അവിടെ വന്നു. അപ്പോഴാണ് ഇവളെ കൊണ്ടുപോകുന്നത് ഇവന്റെ ആവശ്യത്തിന് കൊണ്ടുപോവുകയാണ്. അത് ഈ കുട്ടിക്ക് മനസ്സിലായിട്ടില്ല. അത് പെൺകുട്ടികൾ നല്ലോണം ശ്രദ്ധിക്കണം. അത് ആൺ സുഹൃത്താണ്, പെൺ സുഹൃത്താണ്, എൻ്റെ ഫ്രണ്ടാണ്. ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല. ഇപ്പം നീ ഞങ്ങൾ പോരുമ്പോണ്ട് ചില കോളേജിന്റെ മുമ്പിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ബൈക്കും വെക്കാൻ ഇരുന്ന് ഇങ്ങനെ എന്താണ് അവരവസ്ഥ എന്ന് പറയും. ഓക്കെ, ഞങ്ങൾ ആൺ സുഹൃത്താ പെൺ ഒന്നുമില്ല, ഞങ്ങളെ വേറെ കണ്ണോട് കൂടി കാണണ്ടെന്നാ പറയാ. ഫ്രണ്ടായി കണ്ടാൽ മതി. ഒരു ഫ്രണ്ടും ഇല്ല. ആണും പെണ്ണും കൗമാര പ്രായക്കാരാണെങ്കിൽ അവരൊറ്റപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ അവർക്ക് അവർ ലൈംഗികമായ ദാഹങ്ങളും മോഹങ്ങളും ഉയരും. അങ്ങനെ ഉണ്ടാകണില്ലെങ്കിൽ അവർക്ക് എന്തോ അസുഖമുണ്ട്. ഇപ്പം ഇരിക്കുന്ന ആൾക്കാരൊക്കെ കുട്ടികളും മക്കളും ഉണ്ടായത് എങ്ങനെ? അത് ഇണചേർന്നിട്ടാണ്. ഇണചേരണമെങ്കിൽ വൈകാരികത ഉണരണം. അത് അന്യ പുരുഷനെ അന്യ സ്ത്രീനെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോൾ തന്നെ ഉണ്ടാകുക. പച്ചയ്ക്ക് ഞാൻ പറയണത് എന്തിനറിയോ? ഈ ജാതി സിദ്ധാന്തം പറഞ്ഞുകൊണ്ട് കുട്ടികളെ കൊണ്ടുപോകണ്ട. അത് ഫ്രണ്ടാണെന്ന് പറഞ്ഞുകൊണ്ട് ഫ്രണ്ടാണ് വിചാരിച്ചിട്ട് ഇത് ഉണ്ടാകക്കൂല. മനസ്സിലായിട്ടോ? അതാണ് ഞാൻ കണ്ടത്. ഈ ചക്കര ഇവിടെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തു? ആ കുറ്റിക്കാണ്ട് കൊണ്ടുപോയി ഇവൻ ആവശ്യത്തിന് ഉപയോഗിക്കാൻ ശ്രമിച്ചു. അപ്പോഴാണ് ഈ കുട്ടി കരയുന്നത്. അവളതിന് വഴങ്ങുന്നില്ല. അപ്പോഴാ നിഷ്കളങ്കയായ ആ കുട്ടി ഇവന്റെ ചതി മനസ്സിലാക്കുന്നത്. പക്ഷെ അവരെന്ത് ചെയ്തു? രണ്ട് കൈയും കെട്ടിയതെന്താ? അവള് ധരിക്കാൻ കൊണ്ടുവന്ന ആ ഡ്രസ്സ് എടുത്തിട്ട് ആ കൂട്ടി കെട്ടുന്നത്. എന്നിട്ട് ക്രൂരമായി പീഡിപ്പിച്ചു, ബലാത്സംഗം ചെയ്തു. എന്നിട്ട് വായ പൊത്തി കൊന്നു. ആലോചിക്കണം, ഈ കഴിഞ്ഞ 2-3 ആഴ്ച മുമ്പ് നടന്ന സംഭവം. ഇത് ഒറ്റപ്പെട്ട സംഭവമാണ് നിങ്ങൾക്ക് തോന്നുന്നത്? നല്ലോണം ഈ ഹായ് ഹോയ് എന്ന് പറഞ്ഞുകൊണ്ട് വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഉണ്ടല്ലോ അന്യ പുരുഷന്മാരെ അന്യ സ്ത്രീകളെയും കൂടെ പോണ ആൾക്കാർ. അവരോട് ബന്ധം സ്വന്തം വാപ്പയോടില്ലാത്ത, ഉമ്മയോടില്ലാത്ത, അമ്മാവനോടില്ലാത്ത, അനുജനോടില്ലാത്ത, ജ്യേഷ്ഠനോടില്ലാത്ത ബന്ധം ഏതോ ബസ് സ്റ്റാൻഡിൽ കണ്ടവനോട്, ഏതോ പ്രൊഫൈൽ കണ്ടവനോട്, ഇത്രയും കാലം പോറ്റി വളർത്തിയ മാതാപിതാക്കളുടെ മുഖത്ത് നോക്കി കളവ് പറഞ്ഞുകൊണ്ടാണ് ഈ കുട്ടികൾ ഇതുപോലെ പോകുന്നത്. ഓർത്തു വെക്കണം, അത് ചെറിയ കാര്യമില്ല.
ഞാൻ പറയുന്നത് എങ്ങനെ നമ്മുടെ കുട്ടികളെ തിരിച്ചു പിടിക്കും? അവർക്ക് പടച്ച തമ്പുരാനെ കുറിച്ചുള്ള ഓർമ്മയുണ്ടാക്കി കൊടുത്തുകൊണ്ടല്ലാതെ കഴിയില്ല. എവിടുന്നാ അതൊക്കെ ഉണ്ടാകുക? അതുണ്ടാക്കാൻ വേണ്ടിയാണ് ഈ ഇസ്ലാഹി സെന്റർ. ഞാൻ ചോദിക്കുന്നു, ഈ വണ്ടിത്താവളത്തിൽ നിന്ന് ഉദയം കൊണ്ടിരിക്കുന്ന ഈ ഇസ്ലാഹി സെന്റർ ആർക്ക് വേണ്ടിയാണ്? വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പ്രവർത്തകർക്ക് വേണ്ടി മാത്രമല്ല. മക്കൾ നേർവഴിയിൽ നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആരൊക്കെയുണ്ടോ അവരുടെ ഗേഹമാണ് ഇവിടെ നടക്കാനിരിക്കുന്ന മദ്രസ. അതുപോലെ തന്നെ അതിനുശേഷമുള്ള കണ്ടിന്യൂ റിലീജിയസ് എഡ്യൂക്കേഷൻ അഥവാ CRE, അതിനുശേഷം നടക്കുന്ന QHLS, ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂൾ. എന്റെ ഭർത്താവ് ദീനീ രംഗത്ത് നിലകൊള്ളണം, നിസ്കരിക്കണം, നോമ്പ് നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഭാര്യമാർക്കുള്ളതാണ്. എന്റെ ഭാര്യ ഇസ്ലാമികമായ വേഷം ധരിക്കണം, അവൾ അള്ളാനെ പേടിച്ച് ജീവിക്കണം എന്നാഗ്രഹിക്കുന്ന ഭർത്താക്കന്മാർക്കുള്ളതാണ്. ഈ നാട് സമാധാനത്തോടു കൂടി നിലകൊള്ളണം എന്ന് ആഗ്രഹിക്കുന്ന സർവ്വ മനുഷ്യർക്കുമുള്ളതാണിത്. അതുകൊണ്ട് നിങ്ങൾ ഇരു കൈയും നീട്ടി ഈ സ്ഥാപനത്തെ നിങ്ങൾ നെഞ്ചിലേറ്റണം, വാരിപ്പുണരണം എന്ന് തന്നെയാണ് ഈ ഒരു സന്ദർഭത്തിൽ എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. സുഹൃത്തുക്കളെ, ഞാൻ ദീർഘിച്ച് സംസാരിക്കില്ല. മതത്തിലാകട്ടെ ഇന്ന് മനുഷ്യന്മാര് സമാധാനത്തിന് തെരഞ്ഞെടുക്കുന്നത് മതമാണെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ ഈ മതത്തിനെ ഇന്ന് കച്ചവടമാക്കിക്കൊണ്ടിരിക്കുകയാണ്. മതത്തെ ആത്മീയ ചൂഷണത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ആത്മീയ ചൂഷണങ്ങളിൽ നിന്ന് മനുഷ്യന്മാരെ കരകയറ്റുന്നു എന്നതാണ് ഈ സ്ഥാപനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമുക്ക് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി നമ്മെ പോറ്റാൻ കഴിയുന്നത് ആർക്ക് മാത്രമേ ഉള്ളൂ? അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നിങ്ങൾ മനസ്സിലാക്കണം, നമ്മളെ പ്രാർത്ഥനകളും നേർച്ചകളും വഴിപാടുകളും മുഴുവൻ ആർക്കേ നമ്മൾ കൊടുക്കാൻ പാടുള്ളൂ? അള്ളാഹ്ക്കേ കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ, പടച്ചോനെ കൊടുക്കാൻ പാടുള്ളൂ. ഞാൻ ആ ഭാഗം ചെറുതായി എന്ന് പറയാം. അതായത് ചില ആളുകൾ പറയുന്നത്, ഞാൻ അള്ളാഹിനോട് തന്നെയാണല്ലോ പ്രാർത്ഥിക്കണത്, പക്ഷേ പിന്നെ മൊയ്യദ്ദീൻ ഷെയ്ഖെ കാക്കണേ, ബദരീങ്ങളെ രക്ഷിക്കണേ എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ അവരെ അള്ളയെന്നും വിചാരിച്ചിട്ടല്ല. അവർ കൊടുത്ത കഴിവുകൊണ്ട് ചോദിക്കും, കൊടുത്ത കഴിവുകൊണ്ട് അവർ സഹായിക്കും, അള്ള കൊടുത്ത കഴിവേ ഉൾക്കൊള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സാധാരണ പറയല്. എന്നാലേ ഇസ്ലാം പറഞ്ഞാൽ എന്താ അറിയോ? അഭൗതികമായ അല്ലെങ്കിൽ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ വഴിയിലൂടെ ഒരു സഹായം ചെയ്യാൻ ഒരു സൃഷ്ടിക്കും അള്ള കഴിവ് കൊടുത്തിട്ടില്ല. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഇപ്പോൾ വളരെ ലളിതമായിട്ട് പറഞ്ഞുതരാം. നിങ്ങൾ രാവിലെ മുറ്റടിച്ചുകൊണ്ടിരിക്കുകയാണ്. അടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കുട്ടി ഇങ്ങനെ എഴഞ്ഞ് വന്നിട്ട് ഒരു കിണറിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ആൾമറയില്ലാത്ത കിണറാണ്. 2-2.5 വയസ്സായ കുട്ടിയാണ്. പെട്ടെന്ന് നമ്മളെ ശ്രദ്ധയിൽപ്പെട്ടു. അവ വേഗം ബഷീറേ, എൻ്റെ കുട്ടി അതാ കിണറ്റിലേക്ക് വീണു പറഞ്ഞു ഉമ്മ. അപ്പൊ ബഷീർ അവിടെ ഉണ്ട്, റൂമിലുണ്ട്. അപ്പൊ ഈ വിളി എന്ത് ചെയ്യും? ബഷീർ കേൾക്കും. കേട്ടാ ബഷീർ ഓടി വരും, കുട്ടിനെ എന്ത് ചെയ്യും? കൊണ്ടുപോകും. ആ വിളിയിലൊരു കുഴപ്പമില്ല. ആ ബഷീറിനോട് സഹായം ചോദിക്കുന്നതിലൊരു കുഴപ്പമില്ല. കാരണം എന്താ? അത് കാര്യകാരണ ബന്ധത്തിന് ഉള്ളിലുള്ള സാധനമാണ്. മനസ്സിലായോ? ഇത് വളരെ ലളിതമായിട്ട് പറയണം. എന്താ കാര്യം? ബഷീർ അവിടെ ഉണ്ട് എന്നുള്ളതാണ്. എന്താ കാരണം? ഈ പറയണത്, ഉമ്മ പറയണത് അവൻ കേൾക്കും എന്നുള്ളതാണ്. അത് കേട്ടാൽ അവനോട് നീച്ചിങ്ങാണ്ട് വന്ന് എടുക്കും. അത് മനസ്സിലാക്കി ഇങ്ങോട്ട് പറയുന്നതിനൊരു കുഴപ്പമില്ല. മനസ്സിലായോ? ഇതാ അപ്പൊ നമ്മളെ ക്യാമറാമാൻ അബദ്ധത്തിൽ വീണു അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. ഇതാ പിടിച്ചോളി അവനെ ഞാൻ മറ്റൊരാളോട് പറഞ്ഞാൽ അയാൾ വന്നുകൊണ്ട് പിടിക്കും, രക്ഷപ്പെടുത്തും. എന്താ കുഴപ്പമുള്ളത്? ആ സഹായം കുഴപ്പമുണ്ടോ? അങ്ങനെ മനുഷ്യന്മാരെ തമ്മിൽ സഹായം ചോദിക്കുന്നത് കുഴപ്പമില്ല. എന്നാൽ ഇതേ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. എന്താ? ബഷീർ മരിച്ചു പോയിക്കുന്നു വിചാരിക്കുക. ബഷീർ ഇല്ല ഇപ്പോൾ ഭൂമിയിൽ, പക്ഷെ ബഷീറിന്റെ കുട്ടിയാണിത്. ഈ 2 വയസ്സ് കുട്ടി ബഷീർ മരിച്ചു പോയിക്കുന്നു. 2 കൊല്ലം മുമ്പ് മരിച്ചു പോയിക്കുന്നു. അപ്പോഴാണ് ഈ കുട്ടി കയറ്റിക്ക് ഇങ്ങനെ പോകുമ്പോൾ ഉമ്മ വിളിച്ചു, എൻ്റെ ബഷീറേ, എൻ്റെ കുട്ടിനെ കാക്കണേ. ഇത് കാര്യകാരണ ബന്ധത്തിന്റെ അപ്പുറത്തുള്ള വിളിയാണ്. എന്താ കാര്യം? അവിടെ ബഷീർ ഇല്ല. എന്താ കാരണം? ആ കബറിൽ കിടക്കുന്ന ബഷീറിന്റെ അടുത്തേക്ക് ഈ വിളി എത്താനൊരു മാർഗമല്ല, ഒരു കാര്യമല്ല, ഒരു കാരണമല്ല. മനസ്സിലായി പറഞ്ഞത്? അപ്പൊ ആ വിളി എന്തായി? അത് അഭൗതിക മാർഗത്തിലൂടെയുള്ള വിളിയായി, മറഞ്ഞ വഴിയിലൂടെയുള്ള വിളിയായി. മനസ്സിലായോ? ആ വിളി ആരോടെ പാടുള്ളൂ? റബ്ബുൽ ആലമീനോട് മാത്രമേ പാടുള്ളൂ. വിഷയം മനസ്സിലായപ്പോ? ഇതാണ് തൗഹീദ് എന്ന് പറയുന്നത്. അത് അള്ളാഹിനോടെ പാടുള്ളൂ. അത് അല്ലാത്തവരോട് പറഞ്ഞാൽ ശിർക്ക് വന്നു. അല്ലാഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, പ്രവാചകരെ, താങ്കളെങ്ങാനും ശിർക്ക് ചെയ്താൽ, അഥവാ എന്നെ വിളിക്കേണ്ട സ്ഥാനത്ത് നീ മറ്റൊരാളെ വിളിച്ചാൽ, അവരോട് പ്രാർത്ഥിച്ചാൽ, അവരോട് സഹായമർത്ഥിച്ചാൽ, താങ്കളുടെ പ്രവർത്തനങ്ങൾ മുഴുവനും പൊളിഞ്ഞു പോകും, നിഷ്ഫലമായി പോകും. ഒരു പ്രവർത്തനം കിട്ടൂല, ഒന്നും സ്വീകരിക്കൂല. ഏതുപോലെ? ഇപ്പൊ ബിരിയാണി വെച്ച് നമ്മള് ആ ബിരിയാണി വെച്ചിട്ട് വളമ്പാ നേരത്തെ അതിലേക്ക് കുറച്ച് മണ്ണെണ്ണ ഒറ്റിയ എങ്ങനെ ഉണ്ടാവും?
പിന്നെ ആ ബിരിയാണി എന്തിനു പറ്റുമോ? പിന്നെ നമ്മൾ പറയണത് നല്ല ബിരിയാണിയാണ്, നല്ല പിന്നെ ഇറച്ചിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യമുള്ളത്? അതിക്ക് എന്തായി? മണ്ണെണ്ണ ഒറ്റിപ്പോയി. മനസ്സിലായോ? ആ ബിരിയാണിൻ്റെ ഒക്കെ 20,000 രൂപ ചിലവുണ്ടാവും, മണ്ണെണ്ണക്ക് 1 രൂപ ചിലവുണ്ടാവുള്ളൂ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, മോശമായി പോയി. അതുപോലെ നമ്മൾ ഹജ്ജ് ചെയ്യുന്നുണ്ട്, നോമ്പ് വെൽക്കുന്നുണ്ട്, സക്കാത്ത് കൊടുക്കുന്നുണ്ട്, ഒരുപാട് ആളുകൾക്ക് വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്, ഒക്കെ ചെയ്തിട്ടുണ്ട്, ശരിയാണ്. പക്ഷേ ആ നന്മയിലേക്കാണ് എന്ത് വരുന്നത്? ഈ സിർക്കുണ്ട് ഒറ്റുന്നത്. ഈ സിർക്ക് ഒറ്റിയാൽ പിന്നെ അള്ളാഹ്ക്ക് വേണ്ടാന്ന്. നമ്മളെ നിസ്കാരവും വേണ്ട, നോമ്പും വേണ്ട, സക്കാത്തും വേണ്ട, ഹജ്ജും വേണ്ട, ഒന്നും വേണ്ട. അപ്പൊ എന്താ വിഷയം? അപ്പൊ ആദ്യം മനുഷ്യന് നേരാകേണ്ടത് എന്താ? അവൻ കള്ളുടിക്കാതിരിക്കുകയാണോ വേണ്ടത്? വ്യഭിചരിക്കാതിരിക്കുകയാണോ വേണ്ടത്? അവൻ പലിശ വാങ്ങാതിരിക്കുകയാണോ വേണ്ടത്? അവൻ കളവ് പറയാതിരിക്കുകയാണോ വേണ്ടത്? അതൊക്കെ വേണ്ട തന്നെ, ചെയ്യാൻ പാടില്ലാത്തതാണ്. പക്ഷേ ആദ്യം മനുഷ്യന്മാർ തിരിച്ചറിയേണ്ടത് വിശ്വാസത്തിൽ മായം കലരുന്നതാണ്. ശിർക്ക് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അള്ളാനെ വിളിക്കേണ്ടോടത്ത് ബദരീങ്ങളെ കാക്കണേ, മുഹ്യദ്ദീൻ ഷേഖ് കാക്കണേ എന്ന് പറയാൻ പാടില്ല. അപ്പൊ നിങ്ങൾ വിചാരിക്കും, ഇതെന്താ ഈ മൗലവി മുഹ്യദ്ദീൻ ഷേഖിനും ബദരീങ്ങളെയും കുറ്റം പറയും? ഞാൻ കുറ്റം പറഞ്ഞോ? ഇല്ലല്ലോ, അവർ മഹാന്മാരാണ്. ബദരീങ്ങളെ സ്നേഹിക്കാത്തവൻ മുസ്ലിം അല്ല. 1000 വട്ടം ഞാൻ പറഞ്ഞതായിട്ട് നിങ്ങൾ കണക്കൂട്ടിക്കോളി. ബദരീങ്ങളെ സ്നേഹിക്കാത്തവൻ മുസ്ലിം അല്ല. കാരണം എന്താ? ബദറിൽ പങ്കെടുത്ത നേതാവ് ആരായിരുന്നു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ? ആ പ്രവാചകനെ സ്നേഹിച്ചെങ്കിലേ സ്വർഗം കിട്ടുള്ളൂ അല്ലേ? പിന്നെ എത്ര സ്വഹാബത്തുണ്ടായിരുന്നു? അവരൊക്കെ നമ്മൾ സ്നേഹിക്കണം. പക്ഷേ സ്നേഹിക്കാനേ പാടുള്ളൂ. അള്ളാനോട് ചോദിക്കണത് അവരോട് ചോദിക്കാൻ പാടില്ല. അത്രയേ ഉള്ളൂ. കാരണം എന്തിനാ ബദറുണ്ടായത്? തൊട്ടപ്പുറത്തുള്ളത് ആരാ? അവിടെ തൊട്ടപ്പുറത്തുണ്ടായിരുന്നത് അബൂജഹലും കൂട്ടരുമാണ്. അവരെ വിശ്വാസം എന്താ? അവരള്ളാനോട് പ്രാർത്ഥിച്ചിരുന്നേ. എപ്പോ? കപ്പലിൽ പോകുമ്പോ തിരമാല അങ്ങോട്ട് അടിച്ചാൽ പടച്ചു റബ്ബേ കാക്കണേ എന്ന് അവർ പറയും. എന്നാൽ തിരമാലയിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് കരയിക്കെത്തിയാലോ അപ്പൊ അവര് ശിർക്ക് വെക്കും. അപ്പൊ ലാത്തേ കാക്കണേ, ഉസ്സേ കാക്കണേ, മനാത്തേ കാക്കണേ എന്ന് പറയും. ഇതായിരുന്നു അവരെ പ്രശ്നം. എന്നാൽ അപ്പുറത്തുള്ള റസൂലുള്ളാഹിയും കൂട്ടരോ കടലിലാണെങ്കിലും കരയിലാണെങ്കിലും രാത്രിയാണെങ്കിലും പകലിലാണെങ്കിലും കുടിലാണെങ്കിലും കൊട്ടാരത്തിലാണെങ്കിലും ലോകത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും ഏത് വിഷമത്തിലാണെങ്കിലും റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ റബ്ബ് അല്ലാഹുവാകുന്നു. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ഇതാണ് മുസ്ലിങ്ങളുടെ വിശ്വാസം, ഇതാണ് പ്രവാചകന്റെ വിശ്വാസം അല്ലേ? അപ്പൊ നമ്മളെ ശരിക്കുള്ള ബദരീങ്ങളെ വിശ്വാസത്തിലല്ലേ നമ്മൾ നിൽക്കേണ്ടത്? ഇപ്പൊ നമ്മളെ വാപ്പ ഭയങ്കര ഇഷ്ടമാണ്, നമുക്ക് വാപ്പാനോട് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ വാപ്പ മരിക്കണ സമയത്ത് ഒരു വസിയത്ത് ചെയ്തു. എന്താ വസിയത്ത് അറിയോ? നമ്മളെ വീടിൻ്റെ അവിടെ ഒരു ചെറിയൊരു ഷോപ്പുണ്ട്, ഒരു ബിൽഡിംഗ് ഉണ്ട്. നിങ്ങൾ എന്ത് വന്നാലും ആ ബിൽഡിംഗ് പൊളിക്കരുത്, അതെൻ്റെ ഒരു ആഗ്രഹം. അങ്ങനെ വാപ്പ അതും പറഞ്ഞു പോയി. അങ്ങനെ 2 കൊല്ലം കഴിഞ്ഞിട്ട് മൂത്ത മകൻ വന്നിട്ട് എനിക്ക് വാപ്പാനോട് ഭയങ്കര ഇഷ്ടമാണ് എന്നും പറഞ്ഞ് JCB ഉണ്ടെന്നാണ് പൊളിച്ചാൽ എങ്ങനെ ഉണ്ടാവും? ഇഷ്ടമെന്ന് പറയുകയും ചെയ്യുക, അത് പൊളിക്കുകയും ചെയ്യുക. അപ്പൊ ശരിക്കും ഇഷ്ടമാണെങ്കിൽ എന്ത് വേണം? വാപ്പ പറഞ്ഞു കേൾക്കണ്ടേ അല്ലേ? അപ്പൊ വേറെ ഇളയ മകൻ വന്നിട്ട് പറയണെന്ത്? ഇഷ്ടമെന്നും പറയാതെ പൊളിക്കുകയും ചെയ്യാതെ ശരിയാ, പൊളിക്കാൻ പാടില്ല. അപ്പൊ ഉമ്മ പറയണെന്ത്? ഏയ് വാപ്പാനുള്ള സ്നേഹം എനിക്കാണ്. അപ്പൊ ആർക്കാ സ്നേഹം ശരിക്കും? അതേപോലെ ഇവിടെ ബദരീങ്ങളെ വിശ്വാസം എന്താ? അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കണം എന്നാ അല്ലേ? നമ്മൾ പറയണു ബദരീങ്ങളോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കലാണ്. മനസ്സിലായോ? എത്ര ക്ലിയർ ആ വിഷയം അല്ലേ? അപ്പൊ നമ്മൾ ബദരീങ്ങളെ യുഹദീങ്ങളെയൊക്കെ സ്നേഹിക്കണം, ആദരിക്കണം. പക്ഷേ അവർ ജീവിച്ച പോലെ ജീവിക്കുക, അവർ പ്രാർത്ഥിച്ച പടച്ചവനോട് പ്രാർത്ഥിക്കുക. ഇതാണ് തൗഹീദ്. ഈ ഇസ്ലാഹി സെന്ററിന്റെ പ്രത്യേകത അതാണ്. മനസ്സിലായോ? ഈ വിശ്വാസമാണ് നമുക്ക് എന്ത് ചെയ്യുക ശരിക്കും. ഇത് ഈ വിശ്വാസം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളെ പണം ഒരു വഴിക്കും പോകില്ല. ഇന്നത്തെ ആത്മീയ ചൂഷണത്തിന് വേണ്ടി മുസ്ലിയാക്കന്മാരും ആളുകളും ആൾക്കാരെ പണം എത്രയും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കണികളിൽ നിന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻഷാ അല്ലാഹ് രക്ഷപ്പെടാൻ കഴിയും സുഹൃത്തുക്കളെ. അപ്പോൾ ഈ സെൻറ്റർ എന്തിനാന്നാണ് ഞാൻ പറഞ്ഞത്. ഈ സെൻറ്ററിൻ്റെ പേരും അതിൻ്റെ പൊരുളും ഞാൻ പറഞ്ഞു. അതേപോലെ ഇവിടെ തൗഹീദിൻ്റെ ഒരു സ്ഥാപനമാണ് ഇവിടെ വരാൻ പോണതെന്ന് പറഞ്ഞു അല്ലേ? അതേപോലെ തന്നെ ഇവിടെ തൗഹീദാണ് മുഖ്യം, പ്രവാചകത്വമാണ് ഇവിടെ പഠിപ്പിക്കുക, പരലോകമാണ് ഇവിടെ ഓർമ്മപ്പെടുത്താനുള്ളത്. എല്ലാവിധ അന്ധവിശ്വാസത്തിനും അനാചാരത്തിനും എതിരെയാണ് ഇവിടെയുള്ള പ്രവർത്തനങ്ങൾ. അതേപോലെ തന്നെ ഈ മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ എന്താ? ചില ആൾക്കാർക്ക് അതെന്നെ അറിയില്ല അല്ലേ? എന്നാൽ അതിന് 2-3 വരി പറഞ്ഞ് ഞാൻ എൻ്റെ സംസാരത്തിൻ്റെ അവസാനത്തിലേക്ക് പോവുകയാണ്. അതായത് ഈ പ്രസ്ഥാനത്തെ പരിചയപ്പെടുത്തുന്ന പല പേരുകളുണ്ട്. അതിലൊരു പേരാണെന്ത്? സെലഫികൾ എന്ന് പറയാറുണ്ട്. സെലഫി പ്രസ്ഥാനം എന്ന് പറയാറുണ്ട്. എന്താ സെലഫി പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ? അതായത് മുൻകാലക്കാർ എന്നുള്ളതിന് അറബിയിൽ ഉപയോഗിക്കുന്ന വാക്കാണ് സെലഫുകൾ. സെലഫുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? മുൻഗാമികൾ. ആരാ മുൻഗാമികൾ? നമ്മളൊരു 10 കൊല്ലം മുമ്പ് ജീവിച്ചവരാ, 100 കൊല്ലം മുമ്പ് ജീവിച്ചവരാ.
200 കൊല്ലം മുമ്പ് ജീവിച്ചവരാ അല്ലേ? ആ പ്രവാചകന്റെ കാലത്ത് ജീവിച്ച ആൾക്കാർ. മനസ്സിലായോ? അതിനാണ് സ്വഹാബത്ത് എന്ന് പറയാം. ഖൈറുന്നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. ഏറ്റവും ഉത്തമമായ തലമുറ എന്റെ തലമുറയാണ്, പിന്നീട് അതിനുശേഷം വന്നവർ, പിന്നീട് അതിനുശേഷം വന്നവർ. അപ്പൊ ആദ്യത്തെ ഉത്തമ തലമുറ പ്രവാചകന്റെ കാലഘട്ടം അഥവാ സ്വഹാബത്ത്, പിന്നീട് അതിനുശേഷം വന്ന താബീയങ്ങൾ, പിന്നീട് അതിനുശേഷം വന്ന തബഉ താബീയങ്ങൾ. ഇവർക്ക് വിളിക്കുന്ന പേരാണ് പൂർവസൂരികൾ. അതിന് അറബിയിൽ പറയുന്ന പേരാണ് സലഫുകൾ. മനസ്സിലായോ? അപ്പൊ ആ മാർഗത്തിൽ നിലകൊള്ളുന്നവർക്ക് ഈ കാലഘട്ടത്തിൽ വിളിക്കുന്ന പേരാണ് സലഫികൾ. അപ്പൊ ക്ലിയർ ആയില്ലേ വിഷയം? അവരതേ മാർഗം, അവരെങ്ങനെ ആയത്തിന് ഹദീസിനെയൊക്കെ മനസ്സിലാക്കിയോ സ്വീകരിച്ചോ അതേപോലെ നമ്മൾ സ്വീകരിക്കുക. നമ്മളെ വകയിൽ കൂട്ടും വേണ്ട കുറക്കും വേണ്ട. അങ്ങനെ വിശ്വസിക്കുന്ന ഖുർആനിനെ ഹദീസിനെ സ്വീകരിക്കുന്ന ആളുകൾക്ക് പറയുന്ന പേരാണെന്ത്? സലഫികൾ. അതുകൊണ്ടാണ് ഇതിന് സലഫി പ്രസ്ഥാനം എന്ന് പേര് വിളിക്കാൻ കാരണം. പിന്നെ വിളിക്കുന്ന പേരാണ് ഇസ്ലാഹി പ്രസ്ഥാനം. അത് നമ്മൾ നേരത്തെ വിശദീകരിച്ചു. എന്താ ഇസ്ലാഹ്? ഈ തിന്മ, ഈ സുന്നത്തിനെ നശിപ്പിച്ചതിനെ നന്നാക്കിയെടുക്കുക. ആ നന്നാക്കുന്ന പണിയെടുക്കുന്നതുകൊണ്ടാണ് എന്തിന് ഇസ്ലാഹി പ്രസ്ഥാനം എന്ന് പേര് വരാണ്ടായ കാരണം. പിന്നെന്താ മുജാഹിദ് പ്രസ്ഥാനം എന്ന് അതിന് പേര് പറയുന്നത്. അതെന്താ കാര്യം? മുജാഹിദ് എന്ന് പറഞ്ഞാൽ ധർമ്മ സമരത്തിൽ ഏർപ്പെടുന്നവനാണ്. അഥവാ ഒരു ഹക്ക് മനസ്സിലാക്കിയ, സത്യം മനസ്സിലാക്കിയ പിന്നെ അത് അയാൾക്ക് എന്താ തോന്നുക, ഇയാൾക്ക് എന്താ തോന്നുക, ഭാര്യക്ക് എന്താ തോന്നുക, ഭർത്താവിന് എന്താ തോന്നുക, മഹലിന് എന്താ തോന്നുക എന്നൊന്നും നമസ്കാരം പിന്നെ എന്ത് ചെയ്യൂല, ഒരിക്കലും തന്നെ നമ്മൾ പരിഗണിക്കൂല. അവിടെ ശരിക്കും എന്ത് ചെയ്യും? ആ ഹക്ക് തുറന്നാണ് പറയും. നേരത്തെ ബഹുമാനനായ നമ്മുടെ മന്ത്രി ഇവിടെ സൂചിപ്പിച്ചല്ലോ, മാനുഷികമായ പ്രശ്നങ്ങളെ അവഗണിച്ചുകൊണ്ട് സമൂഹത്തെ ഡിവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള അജണ്ടകളാണ് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ സൂചിപ്പിച്ചു. എന്നിട്ട് അദ്ദേഹത്തിന്റെ കൂടെ ഒരു വരി കൂടി ചേർത്തി പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇതിനെതിരിൽ നമ്മൾ ആരും സംസാരിക്കുന്നില്ല എന്നാണ്. അല്ലേ? ഇതിനെതിരിൽ നമ്മൾ ആരും സംസാരിക്കുന്നില്ല, ഈ ഞാൻ വരെ സംസാരിക്കുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അതാണ് ഇന്നത്തെ നാടിന്റെ ഒരു പ്രശ്നം. കാരണം തിന്മയാണ്, തെറ്റാണ്, അധർമ്മമാണ് എന്ന് 100% ഉറപ്പുള്ള ഒരു കാര്യം സ്വന്തം വീട്ടിൽ നടക്കുന്നതാകട്ടെ, അതുപോലെ തന്നെ സ്വന്തം കുടുംബത്തിലുള്ളതാകട്ടെ, അങ്ങാടിയിൽ കാണുന്നതാകട്ടെ, ഈ രാജ്യത്ത് കാണുന്നതാകട്ടെ, ഞാനത് പറഞ്ഞു കണ്ടൊരു പ്രശ്നക്കാരനാകണ്ട. അല്ലേ? ഇപ്പൊ കുട്ടി ലഹരി കുറേശ്ശെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളൊരു വിവരം കിട്ടി, ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടി. ആ വിവരം ആർക്കറിയാം? അച്ഛനറിയാം, അമ്മക്കറിയാം, വാപ്പാക്കറിയാം, ഉമ്മാക്കറിയാം, ഒക്കെ അറിയാം. അപ്പൊ ഇങ്ങനെ വീട്ടിൽ ചർച്ച ചെയ്യണെന്ത്? ഉമ്മ വന്നിട്ട് പറയണ്, അല്ല വാപ്പ പറയണ ഉമ്മാനോട് എന്ത്, നിന്റെ മകനെ കുറച്ച് വഴി തട്ടാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞോളുണ്ട് പറയും. അപ്പോൾ ഉമ്മ പറയുന്നത്, ഇന്റെ മാത്രം മകനോ? നിങ്ങളെയും കൂടി മകനല്ലേ, നിങ്ങൾക്ക് പറഞ്ഞൂടെ? അപ്പോൾ രണ്ടാളും ഇങ്ങനെ ഇരിക്കും. അപ്പോഴാക്കാരം മൂത്ത ജ്യേഷ്ഠം വരും. അപ്പോൾ അവനോട് പറയുന്നത്, പിന്നെ ആ അനുജനോട് ആ വിവരം ഒന്ന് പറഞ്ഞോളുണ്ടോ? അപ്പോൾ അവൻ പറയും, നിങ്ങൾ രണ്ടാളുണ്ടാവുമ്പോൾ ഞാനാ പറയാം. ഏയ്, ആര് പൂച്ചക്ക് മണി കെട്ടും എന്നതാണ് ഇന്നത്തെ പ്രശ്നം. അങ്ങനെ അവസാനം ഇതെന്താവും? പിടുത്തം വിട്ടു പോവും. അപ്പോഴപ്പോൾ പിന്നെ പോലീസ് സ്റ്റേഷനും പ്രശ്നങ്ങളൊക്കെ ആകുമ്പോഴാണ് ആൾക്കാർ ഇറങ്ങുന്നത്. എത്ര ആത്മഹത്യകളാണ് നാട്ടിൽ നടക്കുന്നത് അല്ലേ? നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി ആധാരം കൊണ്ടുപോയി പണയം വെക്കുക, പിന്നെ പൈസ എടുക്കുക, എന്നിട്ട് അതിങ്ങനെ പലിശ കൂടി വരിക, അവസാനം നടക്കാൻ കഴിയാതെ ആകുക. അപ്പോഴാ കുടുംബങ്ങളും നാട്ടുകാരും ഇത് അറിയണേ തന്നെ. എത്ര ഇന്ത്യ രാജ്യത്ത് നടക്കുന്ന മൊത്തം ആത്മഹത്യയുടെ 40% സാക്ഷരതയുണ്ടെന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലാണ്. ചെറിയ വിഷയമല്ലത്. ഒരു വിരോധാഭാസം ഇന്ന് കേരളത്തിലുണ്ട്. എന്താണ് ആ വിരോധാഭാസം? വിദ്യാഭ്യാസത്തിന്, സംസ്കാരത്തിന് പേരുകേട്ട സംസ്ഥാനത്തിന്റെ പേര് ഇന്ത്യയിൽ കേരളം എന്നാണ്. സമ്പൂർണ്ണ സാക്ഷരത നേടിയ നാട് കോട്ടയമാണ്. അങ്ങനെ ഒരു സ്റ്റേറ്റ് ഉണ്ടെങ്കിൽ അത് കേരളമാണ്. പക്ഷേ വിദ്യാഭ്യാസം ഒരു ഭാഗത്തുണ്ട്, സാക്ഷരത ഒരു ഭാഗത്തുണ്ട്, വിദ്യാലയങ്ങൾ ഓരോ കിലോമീറ്ററിന്റെ ചുറ്റളവിലുണ്ട്. പക്ഷേ ഇതേ കേരളത്തിൽ തന്നെയാണ് എന്ത് നടക്കുന്നത്? കൂടുതൽ ആത്മഹത്യകൾ നടക്കുന്നത്, കൂടുതൽ പിടിച്ചുപറികൾ നടക്കുന്നത്, എട്ടും പൊട്ടും തിരിയാത്ത പെൺകുട്ടികളെ, ആൺകുട്ടികളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, സമ്പത്തിന്റെ പേരിൽ സ്വന്തം കൊല്ലാക്കൊല ചെയ്തുകൊണ്ടിരിക്കുന്നത്, വൃദ്ധരായ മാതാപിതാക്കളെ വൃദ്ധസദനങ്ങളിൽ നടതള്ളുന്നത്. എന്ത് സംഭവിക്കുന്നു നമ്മുടെ വിദ്യാഭ്യാസത്തിന്? എന്ത് സംഭവിക്കുന്നു നമ്മുടെ ധാർമ്മികതക്ക്? ഇവിടെ വലിയ ചിന്തകൾ ആവശ്യമുണ്ട്. ഞാൻ സൂചിപ്പിക്കുന്നത്, ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നന്മക്ക് വേണ്ടി നിലകൊള്ളുക, നേരിന് വേണ്ടി നിലകൊള്ളുക എന്നത് വ്യക്തിക്ക് പ്രധാനമാണ്, കുടുംബത്തിന് പ്രധാനമാണ്, സംഘടനകൾക്ക് പ്രധാനമാണ്. ആ പണിയാണ് ഇന്ന് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഇന്ന് കേരളത്തിൽ എടുത്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഞാൻ പറയുന്നത്.
നന്മക്ക് വേണ്ടി നിലകൊള്ളുക. ഇവിടെ ഒരു ബഹുസ്വര രാജ്യമാണ് നമ്മുടെ രാജ്യം. ആ ബഹുസ്വര രാജ്യത്ത് ഹിന്ദുവുണ്ട്, ക്രൈസ്തവനുണ്ട്, മുസ്ലിമുണ്ട്, മതമുള്ളവനുണ്ട്, മതമില്ലാത്തവരുണ്ട്. നമ്മളെല്ലാവരും വ്യത്യസ്ത ആശയധാരകളുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെയാണെങ്കിൽ നമ്മൾ ഇന്ത്യക്കാരാണ്. നമ്മൾ ഇന്ത്യക്കാരാണ്. നാനാത്വത്തിൽ ഏകത്വം എന്നതാണ് നമ്മുടെ മുഖമുദ്ര. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. ഇന്ത്യ എന്ന് പറയുന്നത് തന്നെ ലോകത്ത് അടയാളപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് വൈവിധ്യങ്ങളുടെ നാടായിട്ടാണ്. കേരളത്തിൽ കഴിക്കുന്ന ഭക്ഷണമല്ല കർണാടകയിലുള്ളത്, കർണാടകയിലുള്ള വേഷമല്ല തമിഴ്നാട്ടിലുള്ളത്, തമിഴ്നാട്ടിലുള്ള കാലാവസ്ഥയല്ല ആന്ധ്രയിലുള്ളത്, ആന്ധ്രയിലുള്ള മണ്ണല്ല അങ്ങ് പഞ്ചാബിലുള്ളത്, പഞ്ചാബിലുള്ള സാഹചര്യമല്ല കാശ്മീരിലുള്ളത്. വൈവിധ്യങ്ങളുടെ കലവറയുടെ പേരാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ആ ഇന്ത്യയെ ഇന്ന് ഒരൊറ്റ ചരടിൽ കോർക്കുന്നതിന് വേണ്ടി, സംസ്ഥാനങ്ങളുടെ ഫെഡറൽ സംവിധാനത്തെ തച്ച് തകർക്കുന്നതിന് വേണ്ടി കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടക്കുകയാണ്. നമ്മളെ മതപരമായി ഭിന്നിപ്പിക്കുകയാണ്, വിഭാഗീയതയിലേക്ക് കൊണ്ടുപോവുകയാണ്. മനുഷ്യന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ അവിടെ ആരുമില്ലാതെ അനാഥമായി അലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് ശരിയായ രീതിയിലേക്ക് കാര്യങ്ങൾ, ചിന്തകൾ കൊണ്ടുവരേണ്ടത്. ഞാൻ സൂചിപ്പിക്കുന്നത്, നമ്മുടെ നാടിനെ നമുക്ക് തിരിച്ചു പിടിക്കണം, നമുക്ക് ഒന്നിച്ചു പോകണം, നമുക്ക് ഒരു കാര്യത്തിൽ ഒന്നിച്ചു നിൽക്കണം. നമ്മുടെ എല്ലാവരുടെ ആശയങ്ങളും കാര്യങ്ങളും തുറന്നു പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമുക്ക് ഒന്നിക്കാൻ കഴിയണം. ഇവിടെ വർഗീയത പാടില്ല. ഇവിടെ ഒരിക്കലും ഹിന്ദുക്കളെയും മുസ്ലിമീങ്ങളെയും ക്രിസ്ത്യാനികളെയും തമ്മിൽ തെറ്റിക്കുന്നത് ആരായിരുന്നാലും അതിനൊരു നിലക്കും നമുക്ക് വളം വെച്ചു കൊടുക്കാൻ കഴിയില്ല. നമ്മൾ ഇന്ത്യക്കാരാണ്, നമ്മൾ കേരളീയരാണ്, നമ്മൾ മലയാളികളാണ്. നമുക്കിവിടെ ഒന്നിച്ച് ജീവിക്കണം. അതോടൊപ്പം മുസ്ലിമിന് മുസ്ലിമായി ജീവിക്കണം, ഹിന്ദുവിന് ഹിന്ദുവായി ജീവിക്കണം, ക്രിസ്ത്യാനിക്ക് ക്രിസ്ത്യാനിയായി ജീവിക്കണം. അവരുടെ മതപരമായ കാര്യങ്ങളിൽ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെടേണ്ടതില്ല. ഇതാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അതായത് വ്യക്തികൾക്ക് മതമാകാം, സ്റ്റേറ്റിനൊരിക്കലും ഒരു മതം ഉണ്ടാകാൻ പാടില്ല. ഇതാണ് ഇന്ത്യയുടെ മതേതരത്വം. സെക്യുലറിസം എന്ന് പറയുമ്പോൾ യൂറോപ്യൻ സെക്യുലറിസം മതനിരാസമാണ്, മതനിരാസമാണ്, ഒരു മതത്തിലും വിശ്വസിക്കാതിരിക്കലാണ്. ഇന്ത്യയിൽ അങ്ങനെയല്ല. സഖാവ് EMS ആണ് അതിനൊരു ഡെഫിനിഷൻ പറഞ്ഞത്, അത് മതനിരപേക്ഷതയാണ് എന്ന്. മതനിരപേക്ഷത എന്ന് പറഞ്ഞാൽ വ്യക്തികൾക്ക് മതമാകാം, എന്നാൽ സിസ്റ്റത്തിന്, സംസ്ഥാനത്തിന്, കേന്ദ്രത്തിന്, ഗവൺമെന്റിന് മതം പാടില്ല. പക്ഷെ ഇന്ന് തലകീഴായി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ സിസ്റ്റത്തിന്റെ മതം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഒരു പ്രത്യേക മതത്തോട് ആഭിമുഖ്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അത് ആ മതത്തോടുള്ള ആഭിമുഖ്യമല്ല, ആ മതവിശ്വാസികളോടുള്ള സ്നേഹമല്ല. അത് അംബാനിയോടും അതുപോലെ തന്നെ അദാനിയോടും, നേരത്തെ ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ സൂചിപ്പിച്ചതുപോലെയുള്ള കോർപ്പറേറ്റ് കമ്പനികളോട് കൂട്ടുകച്ചവടം നടത്തുന്നതിന് വേണ്ടി ഇവിടെയുള്ള സാധാരണക്കാരെ പല കള്ളികളിലാക്കി വേർതിരിച്ച് നിർത്തി, അവരെ വർഗീയമായി വേർതിരിച്ച്, അവരെ തമ്മിലടിപ്പിച്ച് അതിൽ നിന്ന് ചോര കുടിക്കുവാനും സ്വയം തടിച്ചു വീർക്കുവാനുമുള്ള രാഷ്ട്രീയ കെണികളിൽ ഒരിക്കലും തന്നെ നമ്മൾ പെടാൻ പാടില്ല എന്ന് മാത്രമാണ് ഈ വൈകിയ വേളയിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. നമ്മുടെ ചില അതിഥികളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ് സുഹൃത്തുക്കളെ. അതുകൊണ്ട് ഈ ഒരു സ്ഥാപനം അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഏകദൈവ വിശ്വാസത്തിന്റെ സ്ഥാപനമാണ്. അതോടൊപ്പം തന്നെ ഇവിടെ ധാർമ്മികതയുടെ സ്ഥാപനമാണ്. ഇവിടെ ജനങ്ങൾക്ക് സമാധാനം കിട്ടുന്ന സ്ഥാപനമാണ്. കുടുംബങ്ങൾക്ക് സ്വസ്ഥത ലഭിക്കുന്ന സന്ദേശം കിട്ടുന്ന സ്ഥാപനമാണ്. അതുപോലെ തന്നെ പ്രയാസപ്പെടുന്ന ആളുകളെ സഹായിക്കണം എന്ന് ആഹ്വാനം ചെയ്യുന്ന സ്ഥാപനമാണ്. ഇനി വിശുദ്ധ റമദാനാണ് വരാൻ പോകുന്നത്. എന്താ റമദാനിന്റെ പ്രത്യേകത? പട്ടിണി കിടക്കുകയാണ്, ഇഫ്താറാണ്, പരസ്പരം നോമ്പ് തുറപ്പിക്കുന്ന ദിവസങ്ങളാണ് വരാൻ പോകുന്നത്. സക്കാത്ത് കൊടുക്കുന്ന ദിവസങ്ങളാണ്, സ്വതക്ക കൊടുക്കുന്ന ദിവസങ്ങളാണ്. ഒരാൾ പോലും പട്ടിണി കിടക്കാൻ പാടില്ല എന്ന് ഉറപ്പിച്ച് വിശ്വസിക്കുന്ന ദിനരാത്രങ്ങളാണ് വരാൻ പോകുന്നത്. രാത്രി സമയങ്ങളിൽ ഒരാൾക്കും തന്നെ ഭക്ഷണം കിട്ടാത്തൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. പെരുന്നാളായി കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെ ഫിത്ർ സക്കാത്തിന്റെ ഭക്ഷണം, അല്ലേ? അങ്ങനെ പരസ്പരം സഹവർത്തിത്വത്തിന്റെ, കൂട്ടിപ്പിടിക്കലിന്റെ ഒരു കേന്ദ്രമായിട്ടാണ് ഇൻഷാ അല്ലാഹ് ഈ വിസ്ഡം ഇസ്ലാഹി സെന്റർ വരാൻ പോകുന്നത്. ഇത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരു സംഘടനയാണ്, വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ. സയ്യിദ് സനാഉല്ലാ മക്തി തങ്ങൾ, ഷെയ്ഖ് ഹമദാനി തങ്ങൾ, ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി, KM മൗലവി, EK മൗലവി, അതുപോലെ തന്നെ KM സീതി സാഹിബ്, PK മൂസ മൗലവി, NV അബ്ദുസ്സലാം മൗലവി, K ഉമർ മൗലവി, മുഹമ്മദ് അമാനി മൗലവി, KP മുഹമ്മദ് മൗലവി, ഡോക്ടർ ഉസ്മാൻ സാഹിബ്, AP അബ്ദുൽ ഖാദർ മൗലവി പോലെയുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാർ നയിച്ച സംഘടന, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ പോലെയുള്ള, EK മൗലവിയെ പോലെയുള്ള ദീർഘദൃഷ്ടികളായ രാഷ്ട്രീയ നേതാക്കന്മാര് നയിച്ച സംഘടന. അതിന്റെ പിന്മുറക്കാരാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം.
അതിന്റെ സംസ്ഥാന കാര്യാലയം കോഴിക്കോടാണ്. ഇൻഷാ അല്ലാഹ് അവിടെ വിസ്ഡം ഹൗസ് എന്ന് പറയുന്ന അതിന്റെ 7 നിലകളിലായി വലിയൊരു കെട്ടിടം ഇന്ന് ഉയർന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളൊക്കെ അതിന്റെ ഭാഗമായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനിയും ആരെങ്കിലും അതിലേക്ക് സംഭാവനകൾ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ അവർ കൂടി ചെയ്യണം. ഇൻഷാ അല്ലാഹ് ചുരുങ്ങിയ മാസങ്ങൾക്കുള്ളിൽ അത് നമുക്ക് യാഥാർത്ഥ്യമാക്കേണ്ടതുണ്ട് എന്ന് മാത്രമാണ് ഈ വൈകിയ വേളയിൽ എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇതിന്റെ സ്ഥാപനം എന്ന് പറയുന്നത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന് കുട്ടികളെ പഠിപ്പിക്കാനുള്ള വിദ്യാഭ്യാസ സ്ഥാപനം ജാമിയ അൽ ഹിന്ദാണ്. മിനി ഊട്ടിയിലുള്ള പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കുമുള്ള സ്ഥാപനം. ഇതിന്റെ ഭൗതിക വിദ്യാഭ്യാസമാണ് മുക്കത്തുള്ള ഗ്രീൻ വാലി ക്യാമ്പസ്, അതുപോലെ തിരുവനന്തപുരത്തുള്ള ദാറുൽ അർക്കമും തൃശ്ശൂരിലുള്ള സെൽസബീലും, അങ്ങനെ തുടങ്ങി കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ ഇതിന്റെ വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ നിറഞ്ഞു നിൽക്കുന്നു. ഇതുപോലെയുള്ള ഇസ്ലാഹി സെന്ററുകളും പള്ളികളും നിറഞ്ഞു നിൽക്കുന്നു. അങ്ങനെ ഇന്ന് കേരളത്തിനകത്തും കേരളത്തിന് പുറത്തും അങ്ങ് ലക്ഷദ്വീപിലും അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ GCC രാജ്യങ്ങളിലും മറ്റു യൂറോപ്യൻ നാടുകളിലുമൊക്കെ ഇതിന്റെ പ്രവർത്തകന്മാരും ഇതിന്റെ സെന്ററുകളും ആയി വലിയൊരു വടവൃക്ഷമായി, ചെറിയൊരു നന്മയുടെ വിത്തായി, അതൊരു ചെടിയായി, അതൊരു തണലായി ഇന്ന് ഈ സമൂഹത്തിന് കുളിര് പകരുന്ന ഒരു സമൂഹമായി ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ആ ഒരു മാലയിൽ, ആ മനോഹരമായ മാലയിൽ ഒരു മുത്തുകൂടി ഈ വണ്ടിത്താവളത്തെ ഇസ്ലാഹി സെന്റർ കൂടി അതിൽ കണ്ടിച്ചേരുമ്പോൾ അതിന് വല്ലാത്ത ഒരു സൗമുഖാരിതമുണ്ട്, ഒരു വല്ലാത്ത ഒരു മനോഹാരിതയുണ്ട്. ആ മനോഹാരിത നിങ്ങൾ എല്ലാവരും നിലനിർത്തണം. ഈ സ്ഥാപനം വന്നതോടുകൂടി 5 വക്തിന് നമസ്കാരത്തിന് നിങ്ങൾ എല്ലാവരും ഇവിടെ എത്തണം. അതുപോലെ ഇതിന്റെ പ്രവർത്തനങ്ങളോട് നിങ്ങൾ സഹകരിക്കണം. ഇതിന് സാമ്പത്തികമായ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അത് സംഘാടകർക്ക് മാത്രമല്ലാതെ നമ്മുടെ എല്ലാവരുടെയും കുടുംബത്തിന്റെ വിഷയമായി കണ്ടുകൊണ്ട് പൂർണ്ണമായി ഇതിനോട് സഹകരിക്കുക. പടച്ചതമ്പുരാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ ഒരുമിച്ച് കൂടി ഒരു സ്വാലിഹായ അമലായി പരിഗണിച്ച് തക്കതായ പ്രതിഫലം അല്ലാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.